योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആത്മവിചാരം തുടരുകയാണ്. സപ്തധാതുമയമായ സ്ഥൂലദേഹമല്ല ഞാൻ. ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന പഞ്ചവിഷയങ്ങളെയും യഥാക്രമം അറിയുന്ന ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഞാൻ അല്ല. വചനം, ഗമനം, ദാനം, മലവിസർജനം, ആനന്ദിക്കൽ എന്ന അഞ്ചു പ്രവൃത്തികളെയും നടത്തുന്ന വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയ പഞ്ചകവും ഞാനല്ല. ശ്വസനാദി പഞ്ചപ്രവൃത്തികളും നടത്തുന്ന പ്രാണാദി പഞ്ചവായുക്കളും ഞാനല്ല. വിചാരിക്കുന്ന മനസ്സും ഞാനല്ല. സർവവിഷയങ്ങളും സർവകർമ്മങ്ങളും ഇല്ലാതായി വിഷയവാസനകളെ മാത്രം വഹിക്കുന്ന അജ്ഞാനവും ഞാനല്ല. ഇത്രയും നേതി 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 എന്ന് തള്ളി. നിഷേധമാണ്. വേദം സത്യത്തിനെ ബോധിപ്പിക്കുന്നത് നിഷേധിച്ചുകൊണ്ടാണ്. നേതി നേതീതി നിഗമാഹ അബോചൻ. അപ്പൊ ഇതൊക്കെ നേതി നേതി എന്ന് തള്ളി. പ്രാണന്റെ പ്രവൃത്തി മണ്ഡലങ്ങളെ കടന്നു പോവാണ്. അതായത് ശരീരത്തിന്റെ പ്രവൃത്തികളൊന്നും ഞാൻ എന്നുള്ള അനുഭവത്തിനെ സ്പർശിക്കാതെ പ്രകൃതിയിൽ നടക്കുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതുമൊക്കെ തന്നെ പ്രകൃതിയിൽ നടക്കുന്നു. വർത്തമാനം പറയുക, നടക്കുക, കൈകൊണ്ട് പ്രവൃത്തിയെടുക്കുക, മലവിസർജനം ചെയ്യുക, വിഷയഭോഗം ചെയ്യുക എന്ന പ്രവൃത്തികളൊക്കെ തന്നെ പ്രകൃതിയിൽ നടക്കുന്നു. കാല്, കയ്യ്, പായു, ഉപസ്ഥം എന്ന അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രകൃതിയിലാണ്. ഞാനെന്നുള്ള അനുഭവത്തിനെ സ്പർശിക്കാതിരിക്കുന്നു. പ്രാണനം, അപാനനം, വ്യാപ്തി, സമീകരണം, അവസാനം ജീവനെ ആകർഷിച്ചുകൊണ്ട് ഉദ്ഗമനം എന്ന അഞ്ചു പ്രവൃത്തികൾ നടത്തുന്ന പ്രാണൻ മുതലായിട്ടുള്ള അഞ്ചു വായുക്കള്. ഈ അഞ്ചു വായുക്കളും പ്രകൃതിയിൽ നടക്കുന്നു, ഉപാധിയിലും. ഇതിനൊക്കെ പുറകെ ഇരിക്കുന്ന മനസ്സ് എന്ന് പറയുന്ന അദ്ഭുതമായ ശക്തി, അതും ഇതിന്റെ പിറപ്പിടമാണ്. ആ മനസ്സ് എവിടെ ചെന്ന് ലയിക്കുന്നുവോ ആ ആവരണം അഥവാ അജ്ഞാനം, ഇരുണ്ട മറ, ഇത്രയും ഉണ്മയായ നമ്മളുടെ സ്വരൂപം അല്ല എന്ന് പറഞ്ഞു. ഇതൊന്നും അല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ എന്തവശേഷിക്കുന്നു? മുൻപറഞ്ഞ മാതിരി യാതൊന്നും ഇത് ഞാനല്ല, അത് ഞാനല്ല എന്ന് നിഷേധിച്ച് ഒടുവിൽ തള്ളുവാൻ തരമില്ലാതെ തനിയെ ശേഷിക്കുന്ന അറിവ്, അതാകുന്നു ഞാൻ. എന്നുവെച്ചാൽ ഇങ്ങനെയെല്ലാം നിഷേധിച്ചു കഴിഞ്ഞ് സമാധിസ്ഥിതി, ശുദ്ധമായ പ്രജ്ഞ മാത്രം അവശേഷിക്കുന്ന സ്ഥിതിയിൽ തള്ളുന്ന ആളില്ലാതാവുമ്പോ, നിഷേധിക്കുന്നവനും ഇല്ലാതാവുമ്പോ ഏതൊന്ന് പ്രകാശിക്കുന്നുവോ ആ അറിവാണ് നമ്മളുടെ സ്വരൂപം. ആ അറിവിന്റെ സ്വരൂപം എന്താ? അറിവ് എങ്ങനെയിരിക്കും? എന്തെങ്കിലും അറിയുന്ന വിഷയജ്ഞാനമാണോ? അല്ല, സച്ചിദാനന്ദം. അറിവിന്റെ സ്വരൂപം സച്ചിദാനന്ദം എന്ന് ഭഗവാൻ പറഞ്ഞു. സത്ത്, ചിത്ത്, ആനന്ദം, ഉണ്മ, പ്രകാശം, പ്രിയം, സച്ചിദാനന്ദം. ശരി, സ്വരൂപ ദർശനം എപ്പോൾ കിട്ടും? ചോദ്യമാണ്. ആ സ്വരൂപത്തിന്റെ ദർശനം എപ്പോൾ കിട്ടും?
അപ്പൊ ഭഗവാൻ ഉദാഹരണം പറഞ്ഞു. ഭഗവാൻ ഉത്തരം കൊടുക്കാണ്. ദൃശ്യമായ ജഗത്ത് ഇല്ലാതാകുമ്പോൾ ദൃക്കായ സ്വരൂപ ദർശനം ഉണ്ടാകും. ഉത്തരം ദൃശ്യത്തിനെ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കൊടുക്കുന്നത്. ദൃശ്യമായ ജഗത്താണ് നമ്മളുടെ മുമ്പിൽ കാണപ്പെടുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നത്. ദൃക്കിന്റെ സ്വരൂപത്തിന്റെ ദർശനം എപ്പോ കിട്ടും? അപ്പോ ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് ഉറക്കത്തിന്റെ സുഖം എങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ രണ്ടു വിധത്തിൽ ഉത്തരം പറയാം. ഒന്ന് ഉറങ്ങുമ്പോ, രണ്ട് ഈ ജാഗ്രത ഇല്ലാതായാൽ. അപ്പൊ തന്റെ മുമ്പിൽ കാണുന്ന ജഗത്തിനെ ആണ് ഭഗവാൻ ഇവിടെ നിഷേധിക്കുന്നത്. ഈ ജഗത്ത് കാണപ്പെടുമ്പോ സ്വരൂപ ദർശനം ഉണ്ടാവില്ല. വളരെ ജാഗ്രതയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അത് പിന്നീട് നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ദൃശ്യമായ ജഗത്ത് ഇല്ലാതാവുമ്പോൾ ദൃക്കായ സ്വരൂപത്തിന്റെ ദർശനം ഉണ്ടാവും. അപ്പോ ഉടനെ ചോദ്യം, ജഗത്തുണ്ടെന്ന് തോന്നുമ്പോൾ സ്വരൂപ ദർശനം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഒറ്റ വാക്കിൽ ഉത്തരമാണ്. ജഗത്തുണ്ടെന്ന് തോന്നുമ്പോൾ സ്വരൂപ ദർശനം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ദൃക്കും ദൃശ്യവും രജ്ജുവും സർപ്പവും പോലെയാകുന്നു. രജ്ജു എന്ന് വെച്ചാൽ കയറ്, സർപ്പം പാമ്പ്. ഇരുട്ടത്ത് പോകുമ്പോ പാമ്പ് കണ്ടു, അലറി വിളിച്ചു, ബഹളം കൂട്ടി, കടിച്ചോന്ന് സംശയം. ലൈറ്റ് കൊണ്ടുവന്ന് നോക്കിയപ്പോ വെറും കയറാണ്. ഇതിനെയാണോ പാമ്പെന്ന് കരുതിയത്? അടുത്ത ക്ഷണത്തിൽ അതിലുള്ള പാമ്പ് പോയി. പാമ്പ് കാണുമ്പോ കയറില്ല, കയറ് കണ്ടപ്പോ പാമ്പ് പോയി. അതേപോലെ കൽപ്പിതമായ സർപ്പജ്ഞാനം പോകാതെ തദധിഷ്ഠാനമായ രജ്ജുജ്ഞാനം ഉണ്ടാകാത്തതുപോലെ കൽപ്പിതമായ ജഗദ്ഭ്രാന്തി നശിച്ചല്ലാതെ അധിഷ്ഠാനമായ സ്വരൂപത്തിന്റെ ദർശനം ഉണ്ടാവില്ല. സ്വരൂപദർശനം ഉണ്ടാവുമ്പോ കൽപ്പിതമായ ജഗദ്ഭ്രാന്തി പോകും. ലൈറ്റ് കൊണ്ടുവന്നപ്പോ ആ ക്ഷണത്തിൽ തന്നെ പാമ്പ് മറയുകയും കയറ് കാണപ്പെടുകയും ചെയ്യുന്ന പോലെ. ഇനി വേറെ ഒരു ഉദാഹരണം പറയാം. ആ ഉദാഹരണം ഇപ്പോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോടാ. നല്ല മരം കൊണ്ട്, തേക്കുകൊണ്ട് ഒരു ആന ഉണ്ടാക്കി. വലിയ ആന. ഒരു കൊച്ചുകുട്ടി കണ്ടു, ആന എന്ന് പറഞ്ഞു. അതിന്റെ മേലെ കയറിയിരുന്നു, കളിച്ചു. ആ കുട്ടിക്കത് മരമാണെന്നോ അതെന്തു മരമാണെന്നുള്ള വിചാരമേ ഇല്ല. ആ വീട്ടിലൊരു ആശാരി വന്നു. അയാള് സ്ക്രാച്ച് ചെയ്ത് നോക്കണം. അയാൾക്ക് ആന എന്നുള്ള വിചാരമേ ഇല്ല, മരമാണ്. മരത്തെ മറൈത്തത് മാമതൈ ആനൈ, മരത്തിൽ മറയുന്നത് മാമതൈ ആനൈ. മരം എന്ന് നോക്കിയപ്പോ ആന പറഞ്ഞു. ആനയുടെ രൂപം അറിഞ്ഞില്ല, പക്ഷെ ആന എന്നുള്ള ബുദ്ധി അപ്പാടെ പോയി. ആന എന്ന് തോന്നണേ ഇല്ല. തേക്കാണത്. ഏത് തേക്ക്? ഇത് ബർമയിൽ നിന്ന് കൊണ്ടുവന്ന തേക്കാണോ നാട്ടു തേക്കാണോ? ഇയാള് തേക്കെന്നല്ലാതെ ആന എന്നൊരു അക്ഷരം ഉണ്ടില്ല. ആനയുടെ രൂപത്തിലാണ് ആ തേക്ക് നിൽക്കുന്നതെങ്കിലും ആന അയാൾക്ക് പ്രശ്നമേ അല്ല, തേക്കാണ് പ്രശ്നം. ആന ഇല്ല എന്ന് അയാൾക്ക് അറിയാം, ആനയുടെ രൂപം ഉള്ളപ്പോഴും. ഇവിടെ ആന മറഞ്ഞു, മരം പ്രകാശിക്കണു. ആന വെറും കൽപ്പിതമാണ്. അതാണ് കൽപ്പിത ജഗദ്ഭ്രാന്തി എന്ന് ഭഗവാൻ പറഞ്ഞത്. ജഗത്ത് മറിയാന്ന് വെച്ചാൽ ആത്മജ്ഞാനിക്ക് ഈ തൂണും ഇതും ഒന്നും കാണില്ല എന്നർത്ഥമില്ല. പക്ഷേ ഇതിപ്പോ തൂണ്, ഇത് കല്ല്, ഇത് മണ്ണ്, ഇത് ഇന്ന വസ്തു എന്ന് ആര് പേര് കൊടുത്തു? നിങ്ങളല്ലേ പേര് കൊടുത്തത്.
നാമരൂപം നമ്മളാണല്ലോ കൊടുത്തത്. അതിനൊരു ഇരിപ്പുണ്ട്, അത് പ്രകാശിക്കണമെന്നല്ലാതെ അതിന്റെ സ്വാഭാവികമായ സ്ഥിതി അത് ആത്മാവാണ്. ആത്മൈവ ഇതം സർവം. ആത്മാവാണ് പഞ്ചഭൂതങ്ങളായിട്ടും സമുദ്രമായിട്ടും നദിയായിട്ടും ഒക്കെ തോന്നണത്. ഖം വായും അഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീന് സരിത്സമുദ്രാംശ ഹരേഃ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേത് അനന്യഃ. ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിന് പഞ്ചഭൂതാത്മകമായ ആ ഒരു നാമരൂപം, അതിന് നമ്മളുടെ മേലുള്ള സ്വാധീനം പോയി. ജഗത്ത് ജഗത്തായിട്ടില്ലാതായിട്ട് തീർന്നു. ഇത് ജഗത്ത് എന്നുള്ളത് നിങ്ങളുടെ ഭ്രാന്തിയാണ്, അത് ആത്മാവാണെന്നാണ്. ഇത്രയേ ഉള്ളൂ വേദാന്തം. പക്ഷേ അതുണ്ടാവാൻ ഭഗവാൻ ഇവിടെ പറയണത് ദൃശ്യത്തിൽ നിന്ന് ദൃക്കിലേക്ക് വന്നാവണം. നമ്മളിപ്പോ തത്വവിചാരത്തിന് പോകുന്നതിന് പകരം ഇപ്പൊ ഭഗവാന്റെ മാർഗത്തിൽ തന്നെ വരാം. ഇതാദ്യം ഇവിടെ ഒന്ന് നിന്ന് ക്ലാരിഫൈ ചെയ്യാൻ കാരണം ഇതങ്ങനെ മറഞ്ഞു പോവുമോ എന്നൊരു ഭ്രമം ഉണ്ടാവും. ഇതങ്ങനെ മറഞ്ഞു പോയിട്ട് ഉറക്കം പോലൊരു അവസ്ഥയെ നമ്മൾ ഭാവന ചെയ്യും ഇതാദ്യം വായിക്കുമ്പോൾ. അത് നീക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ 2 വാക്ക് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് തന്നെ പോവാം. ദൃക്കും ദൃശ്യവും രജ്ജുവും സർപ്പവും പോലെയാണ് എന്ന് പറഞ്ഞു. ദൃശ്യമാണ് പ്രപഞ്ചം. കണ്ണ് പ്രപഞ്ചത്തിനെ കാണുന്നു. മനസ്സതിന് പുറകിലുള്ളത് കൊണ്ടാണ് മനസ്സ് കണ്ണിലൂടെ വന്ന് പ്രപഞ്ചത്തിനെ ഗ്രഹിക്കുന്നു. മനസ്സ് ദൃശ്യമാണ്. മനസ്സിലുള്ള ചിത്രങ്ങളെയൊക്കെ തന്നെ ആരോ ഒരു സാക്ഷി കാണുന്നു. ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോ അങ്ങോട്ട് പോകാൻ പറ്റാതെ ഒന്ന് വന്ന് നിൽക്കും. യോ ബുദ്ധേഹേ പരതസ്തു സഹ. ബുദ്ധിക്കും അപ്പുറത്ത് കേവല സാക്ഷി മാത്രമായ ഒരു ഉണർവ്. അത് ദൃക്. ദൃഗേവ നതു ദൃശ്യത്തെ. ആ ദൃക്ക് കാണപ്പെടില്ല. അതെല്ലാത്തിനെയും സ്വയം പ്രകാശമാണ്. അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതാണ് സ്വസ്വരൂപം സമാധി എന്ന് പറയുന്നത്. അത് തന്നെ അധിഷ്ഠാനം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു. കയറ് അധിഷ്ഠാനം, പാമ്പ് ആരോപം. അതേപോലെ ആത്മാ അധിഷ്ഠാനം, പ്രപഞ്ചം ആരോപം. ആ അധിഷ്ഠാനമാണ് ദൃക്ക് എന്ന് പറഞ്ഞത്. ശരി, ഇനിയിപ്പോ പ്രാക്ടിക്കലി ഇതിലേക്ക് വരാം. ദൃശ്യമായ ജഗത്ത് എപ്പോഴാണ് മറയുക? ഇപ്പൊ ഭഗവാൻ പറഞ്ഞല്ലോ, ജഗത് ഭ്രമം മറയുമ്പോ ദൃക്കിന്റെ ദൃക്കിന്റെ ദർശനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ദൃശ്യമായ ജഗത്ത് എപ്പോഴാണ് മറയുക? സകല ജ്ഞാനത്തിനും സകല കർമ്മത്തിനും മൂലമായ മനസ്സ് അടങ്ങിയാൽ ജഗത്ത് മറയും. എല്ലാ അറിവുകളും ഉണ്ടാവുന്നത്, എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നത് മനസ്സുകൊണ്ടാണ്. സകല ജ്ഞാനത്തിനും സകല കർമ്മത്തിനും പിറപ്പിടമായ മനസ്സ്. ആ മനസ്സിലാണ് ജ്ഞാനവും കർമ്മവും കുടികൊള്ളുന്നത്. മനസ്സിലാണ് ഇന്ദ്രിയങ്ങളൊക്കെ കുടികൊള്ളുന്നത്. മനസ്സിൽ ആദ്യം ഒരു വേഗം, ഒരു അർജ് ഉണ്ടായ ശേഷമാണ് ആക്ടിവിറ്റി പുറത്ത് വിസർഗ എന്ന് ഇന്നലെ പറഞ്ഞല്ലോ, വിസർജനം ചെയ്യപ്പെടുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം എന്ന് ഭഗവത്ഗീതയിലോ. ഈ സോഴ്സ് എന്ന് പറയുന്നത് മൈൻഡാണ്. കർമ്മത്തിന്റെ എല്ലാ ബീജമും അവിടെയാണ് കിടക്കുന്നത്. ആ മനസ്സ് മറയുമ്പോ സ്വരൂപദർശനം ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞു.
ശരി. അപ്പൊ മനസ്സ് മറിയാന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ആശ്ചര്യം. മനസ്സങ്ങനെ മറിയോ? മൈൻഡ് ഇല്ലാതാവോ? മൈൻഡ് എന്ന് ഒന്നൊന്നും ഇല്ല എന്നാണ് ഭഗവാൻ ഉപദേശസാരത്തിൽ പറയണത്. മനമെന ഒன்று இல்லையும் തീപ്പറ. മാനസം തു കിം മാർഗണേ കൃതേ നൈവ മാനസം. മനസ്സെന്താണെന്ന് നോക്കുമ്പോൾ മനസ്സില്ല, ആത്മാവേ ഉള്ളൂ. ആത്മാവിലുണ്ടാവുന്ന ഒരു അനിർവചനീയ ശക്തിക്ക് മനസ്സെന്ന് പേര് കൊടുത്തിരിക്കുകയാണെന്ന്. ഒരേ കാര്യം തന്നെ ജ്ഞാനിക്ക് അതിന്റെ രൂപം മാറിപ്പോകണു, അത്രയേ ഉള്ളൂ. വസ്തുവൊന്നും മാറണില്ല, അതിനോടുള്ള ഭാവം മാറിപ്പോകണു, അതിനെക്കുറിച്ചുള്ള അറിവ് മാറിപ്പോയി. അതിന്റെ സ്വഭാവവും മാറിപ്പോകുമ്പോ കാണുന്ന ആളുടെ ഭാവത്തിനനുസരിച്ച് കാണപ്പെടുന്ന വസ്തു പെരുമാറിത്തുടങ്ങും. അങ്ങനെ ഒരു ശാസ്ത്രം. കാണുന്ന ആളുകളുടെ ഭാവത്തിനനുസരിച്ച്, നിങ്ങൾക്ക് കൊച്ചിയിലത്തെ ഉദാഹരണം തന്നെ പറയാം. 2 വർഷം മുമ്പ്, ഇപ്പൊ പറഞ്ഞ കാര്യമാണ് മുമ്പ്, ഇവിടുന്ന് ഞങ്ങളൊക്കെ കൂടെ ബീച്ചിലേക്ക് പോയി. രാവിലെ പോയി ഞങ്ങൾ ഒരു 6 or 7 പേരുണ്ട്. അവിടെ എത്തി സമുദ്രക്കരയിൽ നിൽക്കുമ്പോ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, ഖം വായും അഗ്നിം സലിലം മഹിംശ ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരി സമുദ്രാംശ ഹരേഹ ശരീരം. ഈ സമുദ്രമൊക്കെ ഹരിയുടെ ശരീരമാണ്, ഇത് ആത്മാവാണ്. വിശ്വരൂപ ദർശനം, ഭഗവാൻ ഗീതയില് വിശ്വരൂപ ദർശനം പറയണു. ആ വിശ്വരൂപ ദർശനം പോലെ ഇതൊക്കെ തന്നെ വിശ്വരൂപ ദർശനാണ് എന്ന് പറഞ്ഞ് വിശ്വരൂപ ദർശനത്തില് ത്വമാദിദേവ പുരുഷഃ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. കാണപ്പെടുന്നതും കാഴ്ചയും ഒക്കെ നിന്റെ സ്വരൂപമാണ് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സമുദ്രം ഭാഗവതത്തിലെ ഒരു ഗുരുവാണ്. 24 ഗുരുക്കന്മാരില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫസർ ജനാർദ്ദന മാസ്റ്റർ ചോദിച്ചു, സമുദ്രം ഗുരുവാണെങ്കിൽ സമുദ്രം ഉപദേശിക്കോ? ഉപദേശിക്കാൻ ആള് തന്നെ വേണ്ടത്. ഇപ്പൊ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് നരസിംഹസ്വാമി വരാമെങ്കിൽ സമുദ്രത്തിന് ഉപദേശിച്ചാൽ എന്താ? ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് സമുദ്രത്തിൽ നിന്ന് ഒരു പേപ്പർ എടുത്തോണ്ട് വന്നു. നോക്കുമ്പോ മലയാളത്തിലാണ്. എടുത്തു നോക്കൂ, ത്വമാദിദേവ പുരുഷഃ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. അത് അലയിൽ അടിച്ചു വന്നതാ. ഒരു പേപ്പറല്ല, മുഴുവൻ ഗീതയും വന്നു. പുറകെ കെട്ടായിട്ട് കെട്ടിയെടുത്ത് വെച്ചു വന്നു. വൈകുന്നേരം പറയുകയും ചെയ്തു. അത് സമുദ്രം എന്ന് നോക്കിയാൽ ഉപദേശിക്കില്ല. കൂടെ വന്ന ആളുകൾ പറഞ്ഞു, എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു, പ്ലാസ്റ്റിക് കടലാസ്, സിഗരറ്റ് പെട്ടി, ഇതല്ലാതെ വേറെ ഇപ്പൊ ഇവിടെ വരുമ്പോ ഈ ഭഗവത്ഗീത കിട്ടണോ സമുദ്രത്തിന്റെ ഉള്ളെന്ന്? എന്തൊക്കെ വൃത്തികെട്ട സാധനമൊക്കെ അതിനകത്തുനിന്ന് വരും. ഈ അലയടിച്ച് വരുമ്പോ ഈ ഭഗവത്ഗീത തന്നെ പറഞ്ഞാൽ പേപ്പർ ഷീറ്റായിട്ട് അത് പറഞ്ഞ അതേ ശ്ലോകം വിശ്വരൂപ ദർശനം. ഇത് നമുക്ക് ശ്രദ്ധയും വിശ്വാസവും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെറും ഒരു കോയിൻസിഡന്റ് ആണെന്ന് പറയാം. വിശ്വം മുഴുവനും അന്തര്യാമിയായി ഭഗവാൻ ഇരിക്കുന്നു. ശ്രുതി പറഞ്ഞു, സമുദ്രത്തിന്റെ ഉള്ളിൽ എവൻ ഇരിക്കുന്നു. എവനെ സമുദ്രം അറിയുന്നില്ലയോ? എവൻ സമുദ്രത്തിന്റെ ഉള്ളിലിരുന്ന് സമുദ്രത്തിനെ നിയമനം ചെയ്യുന്നുവോ അവൻ തന്നെയാണ് നിന്റെ ഉള്ളിലുള്ള ആത്മാ. അങ്ങനെ നോക്കുമ്പോ സമുദ്രത്തിന്റെ ഉള്ളില്, ഭൂമിയുടെ ഉള്ളില്, ആകാശത്തിന്റെ ഉള്ളില്, സർവപ്രാണികളുടെ ഉള്ളിലും അന്തര്യാമിയായ ഭഗവാൻ പ്രകാശിക്കാൻ നിൽക്കുകയാണ്.
നോക്കുന്ന ആളുകളുടെ ഭാവത്തിനനുസരിച്ച് നോക്കപ്പെടുന്ന വസ്തുവിന്റെ സ്വഭാവം മാറും. ആട്ടെ, അപ്പൊ ദൃശ്യമായ ജഗത്ത് എപ്പോഴാണ് മറയുക? ജഗത്തെ എപ്പോ സകല ജ്ഞാനത്തിനും സകല കർമ്മത്തിനും മൂലമായ മനസ്സ്. മനസ്സെന്ന് വെച്ചാൽ ദ്വൈതം എന്നാണ് അർത്ഥം. ദ്വൈതഭ്രമം, അജ്ഞാനം എന്നാണ് അർത്ഥം. അജ്ഞാനം പോയാൽ അതിന് മനസ്സെന്ന് പേരില്ല. ഭഗവാൻ ടോക്സിൽ ഒരിടത്ത് പറയേണ്ടത് മൈൻഡ് മീൻസ് ദ ഫോഴ്സ് വിച്ച് ക്രിയേറ്റ്സ് നോൺ എക്സിസ്റ്റിംഗ് ലിമിറ്റേഷൻ. സകല ജ്ഞാനത്തിന് സകല കർമ്മത്തിനും മൂലമായ മനസ്സടങ്ങിയാൽ ജഗത്ത് മറയും. മനസ്സിന്റെ സ്വരൂപം എന്ത്? അടുത്ത ചോദ്യമാണ്. മനസ്സെന്ന് വെച്ചാൽ എന്താ? മനസ്സെന്നാൽ ആത്മസ്വരൂപത്തിലുള്ള ഒരു അതിശയ ശക്തി. മനസ്സ് എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിലുള്ള ഒരു എന്ത് ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ. സാധാരണ സമ്പ്രദായത്തിലെ വേദാന്തത്തില് സങ്കല്പ വികല്പാത്മകം മനഃ എന്നാണ്. ഒരു കെമിസ്ട്രി ഫിസിക്സ് പോലെ ഡെഫിനിഷൻ കൊടുത്തു. സങ്കല്പ വികല്പാത്മകം മനഃ. സങ്കല്പിക്കുകയും വികല്പിക്കുകയും ചെയ്യുന്നതാണ് മനസ്സെന്ന് പറഞ്ഞു. ഭഗവാൻ ഇവിടെ ആദ്യം കൊടുക്കുന്ന ഡെഫിനിഷൻ ആത്മസ്വരൂപത്തിലുള്ള ഒരു അതിശയ ശക്തി. ഉളതുനിൽ അലതില അതിശയ ശക്തി എന്ന് അരുണാചല അഷ്ടകത്തില് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, ഹേ അരുണാചല, ആത്മാവായ ഹൃദയത്തില് അഹമഹം എന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നിന്നിൽ ഉളത് എന്ന് വെച്ചാൽ ഉണ്ട്. എന്താ? അലതില, നിന്നിൽ നിന്ന് അന്യമല്ലാത്തതായ ഓർ അതിശയ ശക്തി. ഒരു അതിശയ ശക്തിയുണ്ട്. ആ ശക്തി ഒരു ഘട്ടത്തിൽ ജ്ഞാനത്തിന്റെ ശക്തിയായും മറ്റൊരു ഘട്ടത്തിൽ മനസ്സായും സത്വഗുണമായും രജോ ഗുണമായും തമോ ഗുണമായും പ്രപഞ്ചത്തിലേക്ക് ഇന്ദ്രിയങ്ങൾ വഴി പുറമേക്ക് പോയി കഴിയുമ്പോൾ കണ്ണിലൂടെ രൂപം, ചെവിയിലൂടെ ശബ്ദം, മൂക്കിലൂടെ മണം, നാവിലൂടെ രുചി, ത്വക്കിലൂടെ സ്പർശം, പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളായും എല്ലാമായി പെരുകിക്കഴിയും. വിജ്ഞാനമേകമുരുധേവ വിഭാതി. ഒരേ ജ്ഞാനസ്വരൂപമായ ആത്മാവിനെ പലതാക്കി കാണിക്കുന്ന ഒരു അതിശയ ശക്തി. അത് സകല വിചാരങ്ങളെയും സങ്കല്പിക്കുന്നു. എല്ലാ വൃത്തികളെയും അതുണ്ടാക്കുന്നു. വിചാരങ്ങളെല്ലാം നീക്കി നോക്കിയാൽ മനസ്സെന്ന് പ്രത്യേകിച്ചൊരു പദാർത്ഥം ഇല്ല. തോട്ട്ലെസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡല്ല, നനയാത്ത വെള്ളം എന്ന് പറയുന്ന പോലെയാണ്. തോട്ട്ലെസ് മൈൻഡ് എന്ന് പറയുമ്പോ നോ മോർ ഇസ് ഇറ്റ് മൈൻഡ്. നഹി ചഞ്ചലതാഹീനം മനഃ ക്വചന വിദ്യത്തെ ചഞ്ചലത്വം മനോധർമ്മ. വഹ്നേഹേ ധർമ്മ യഥോഷ്ണത. അഗ്നിക്ക് ചൂടെന്ന പോലെ ചഞ്ചലപ്പെടുക എന്നുള്ളത് മനസ്സിന്റെ സ്വഭാവമാണ്. ചഞ്ചലതാഹീനം മനഃ ന ക്വചന വിദ്യത്തെ. നിശ്ചലമായ മനസ്സെന്ന് വെച്ചാൽ മനസ്സില്ല, ആത്മാവേ ഉള്ളൂ. അത് സകല വിചാരങ്ങളെയും സങ്കല്പിക്കുന്നു. വിചാരങ്ങളെല്ലാം നീക്കി നോക്കിയാൽ മനസ്സെന്ന് പ്രത്യേകിച്ചൊരു പദാർത്ഥം ഇല്ല. ചിത്തവൃത്തികളെയൊക്കെ മാറ്റിയാൽ, ചകഞ്ഞ് കളഞ്ഞാൽ. അരുണാചലേശ്വർ കോവിലില് കുറച്ചു ദിവസം മുമ്പ് പോയപ്പോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ കയ്യിലൊരു ബാഗില് പൊരിയും കൊണ്ടുപോകുന്നുണ്ട്. മലര്. അതും കൊണ്ട് പോകുമ്പോ ഒരു കുരങ്ങ് പുറകെ വന്നു. ഇവര് കണ്ടില്ല, വളരെ സ്പീഡായിട്ട് വന്നിട്ട് ആ ബാഗ് പറിച്ചുകൊണ്ടുപോയി.
പറിച്ചുകൊണ്ട് പോയിട്ട് അതിന് ഈ പൊരി ഇഷ്ടമല്ല. അപ്പൊ വേറെ എന്തെങ്കിലും അതിലുണ്ടോ നോക്കുകയാണ്. പൊരിയൊക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പുറത്തേക്കിട്ട് മുഴുവൻ പൊരി എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നോക്കുമ്പോ ഒന്നും കാണില്ല. ഒരു കുടഞ്ഞിട്ട് ഇട്ടിട്ട് പോയി. ഇതുപോലെ തോട്ട്സ് മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് പിന്നെ മനസ്സെവിടെ നോക്കിയാൽ മനസ്സ് കാണാം. തോട്ട്സ് മുഴുവൻ എടുത്തു മാറ്റിയിട്ട് മനസ്സെന്ന് പറഞ്ഞ് വേറെ ഒരു പദാർത്ഥം അവിടെ ഉണ്ടോ നോക്കിയാൽ കാണില്ല. കാലിയായി ഉള്ളില്. ചിത്തവൃത്തികളെ ഉള്ളില് അടഞ്ഞുകൂടാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ മൈൻഡില്ല. വിചാരങ്ങൾ തന്നെയാണ് മനസ്സിന്റെ സ്വരൂപം. അതുകൊണ്ട് മനസ്സിന്റെ സ്വരൂപം വിചാരം തന്നെ. സങ്കല്പമാത്രങ്ങളല്ലാതെ ജഗത്തെന്ന് വേറെ ഒരു പദാർത്ഥമില്ല. ജഗത്തിലേക്ക് വന്നു ഭഗവാൻ. ജഗത്തെന്ന് വരുന്നത് തന്നെ സങ്കല്പത്തിലാണ്. ഞാൻ തനിച്ചിരിക്കുമ്പോ ഒന്നുമില്ല, ചിത്തവൃത്തികളില്ലെങ്കിൽ ഒന്നുമില്ല. എന്റെ പേഴ്സണാലിറ്റിയും ഒരു തോട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ പേഴ്സണാലിറ്റി, എന്റെ വ്യക്തിത്വവും ഒരു വിചാരമാണല്ലോ, സങ്കല്പാണല്ലോ. അതും ഉദിക്കണില്ലെങ്കിൽ സുഷുപ്തിയിലെന്ന പോലെ ചിലപ്പോഴൊക്കെ അങ്ങനെ ഇരിക്കും എല്ലാവരും. സാധാരണ ആളുകളും ഇരിക്കും. ജ്ഞാനികളോ യോഗികളോ മാത്രമല്ല, എല്ലാവരും ഇരിക്കും. എല്ലാവരും ആത്മാവാണ്. അറിയണില്ല എന്നുള്ള ഒറ്റ ദോഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് ഞാൻ മാത്രം ആത്മാവായും തോന്നണില്ല. അയാൾക്ക് തോന്നണത് അയ്യോ എല്ലാവരും അത് തന്നെയാണല്ലോ, എല്ലാവരും അതായിട്ട് തന്നെയാണല്ലോ ഇരിക്കണത്. എങ്ങനെയോ അറിയാതിരിക്കണു, അഥവാ അറിയാത്ത പോലെ നടിക്കണു, അത്രയേ ഉള്ളൂ. വിചാരങ്ങളെ നീക്കി നോക്കിയാൽ മനസ്സെന്നൊരു പദാർത്ഥമില്ല. വിചാരങ്ങൾ വരുമ്പോഴാണ് ജഗത്ത് വരുന്നത്. ജഗത്ത് എന്ന് വെച്ചാൽ ദ അതർ, അന്യം, മറ്റുള്ളവൻ, വേറൊരാള്. ഞാൻ വെറുതെ ഇരിക്കുമ്പോ എവിടെയോ ഉള്ള ഒരാളെ കുറിച്ച് എന്റെ ഓർമ്മ വരണു. വളരെ പ്രബലമായിട്ട്, നേരിട്ട് കാണുന്നതിനേക്കാളും ബലമായി അവരെ കുറിച്ചുള്ള തോട്ട്, അവരുമായിട്ടുള്ള ഡീലിങ്സ്, വിഷമങ്ങളൊക്കെ. നേരെ മറിച്ച് അതേ ആള് മുമ്പിലിരിക്കുമ്പോ ചിലപ്പോൾ ചിന്തിക്കണേ ഇല്ല, വേറെ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല, ആളില്ല. അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആളില്ല. അപ്പോ അതർ, അന്യൻ ചിത്തവൃത്തിയാണ്. ധൂരീഭൂത അന്യദർശന എന്ന് ഭാഗവതത്തിലൊരു വാക്ക് വരും. അന്യദർശനം പോയാൽ മനസ്സ് പോയി എന്നാണ്. അന്യം വരുന്നത് തോട്ടിലാണ്. അവരെന്ത് ചെയ്യണോ, അവര് പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ, അവര് ഞാൻ വിചാരിച്ച പോലെ ഇല്ലല്ലോ, അവരെനിക്കിനിപ്പോ വല്ലതുമൊക്കെ ചെയ്യുമോ, എന്റെ പൈസയും കൊണ്ടുപോയല്ലോ, എന്റെ കാര്യമൊക്കെ വിഷമത്തിലായല്ലോ, ഒക്കെ ഏതോ ഒരു വിചാരമാണ്. ആ വിചാരത്തിലാണ് വ്യക്തികൾ നിൽക്കുന്നത്. പുറത്ത് വ്യക്തികളുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏത് വസ്തു പുറത്തുണ്ട്, ഉള്ളില് വിചാരരൂപത്തില് തൊടുന്നില്ലയോ, അതില്ല. പുറത്തുണ്ട്, നിങ്ങളിൽ അതിന്റെ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ അതില്ല. അത് വെറും ചിത്രം മാത്രമാണ്, നിങ്ങൾക്കൊരു ദൂഷ്യവും ചെയ്യില്ല. അത് പുറത്ത് വസ്തുക്കളൊക്കെ കാണപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് അതിനോട് രാഗമില്ല, ദ്വേഷമില്ല, അത് ഉള്ളിൽ പ്രവേശിക്കുകയില്ല. അതേപോലെ നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ്, കർത്തൃത്വം, ഭോക്തൃത്വം, അഭിമാനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ആക്ടിവേറ്റഡ് ആവില്ല. പ്രസന്നത എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള വസ്തുക്കളോട് അറ്റാച്ച്മെന്റോ അവേർഷനോ ഇല്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ആക്ടിവേറ്റഡ് ആവണില്ലെങ്കിൽ ശാന്തി. നമുക്ക് വെളിയിലുള്ളതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കും. ഒരു പത്മശ്രീ ഒപ്പിച്ചാ വേണ്ടില്ല.
ഒരു പത്മഭൂഷൺ കിട്ടുമോ ആരൊക്കെ അംഗീകരിക്കും നമ്മളെ? എന്ത് അവാർഡാണ് ഇപ്പൊ നമുക്ക് കിട്ടുക? അടുത്ത എലക്ഷൻ ഒന്ന് നിന്നാലോ? നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് കിട്ടാവുന്ന ഒരു സുഖം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്. അത് മതി. മനസ്സ് ആക്ടിവേറ്റഡ് ആണ് വളരെ പ്രബലമായിട്ട്. അതിന്റെ എക്സ്റ്റൻഷനാണ് ആരെടുത്തോ അറ്റാച്ച്മെന്റ്, അവേർഷൻ. ഇതിനൊക്കെ മൂലകാരണം അജ്ഞാനമാണെന്ന് വേദാന്തം പറയണു. ഇത് മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ദോഷമൊക്കെ നിവർത്തിപ്പിച്ചാൽ നമുക്ക് ലോകത്തിൽ ജീവൻ മുക്തന്മാരായിട്ട് ഇരിക്കാം, പ്രസന്നമായിട്ട് ഇരിക്കാം, ശീതളം. ജീവൻ മുക്തൻ എന്നുള്ള വാക്കൊന്നും ശരിക്കും പറയാൻ പാടില്ല. ഈ നമ്മള് കുറെ ആലോചിക്കുമ്പോ കണ്ടുപിടിക്കും നമ്മള്. എന്താന്ന് വെച്ചാൽ ഭഗവാനും അടുത്തും പറയണില്ല അധികം. ഭഗവാന്റെ അടുത്ത് ജീവൻ മുക്തിയെ കുറിച്ചൊക്കെ ചോദിച്ചാൽ മുക്തിയോ അതെന്താ എന്ന് ചോദിക്കും. എന്താന്ന് വെച്ചാൽ ജീവൻ മുക്തി എന്നൊരു സ്റ്റാറ്റസ് കൊടുത്താൽ ഞാൻ ജീവൻ മുക്തനായോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ജീവൻ മുക്തനാണെന്ന് ചിലപ്പോൾ അഭിമാനിക്കും. ഒരുപാട് കുഴപ്പമുണ്ട് അങ്ങനെയൊക്കെ. ഈ അഭിമാനം എന്ത് പേരാ കിട്ടേണ്ടത്, എന്ത് വേഷ ഇടേണ്ടത് എന്ന് കാത്തോണ്ടിരിക്കുകയാണ്. അതിനൊന്നും അല്ലാതെ ഒഴിഞ്ഞു പോവാൻ ഇഷ്ടമല്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് മൂപ്പർക്കിരിക്കണം. മാനം എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം. ഈ അമാനിത്വം വരണമെങ്കിൽ കുറേ പാടുണ്ട്. എന്തെങ്കിലും ഒരു മാനം പിടിച്ചുകൊണ്ട് നിൽക്കും മൂപ്പര്. അപ്പോ പോട്ടെ. ജഗത്ത് മനസ്സുള്ളപ്പോഴേ ഉള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. സങ്കല്പമാത്രങ്ങളല്ലാതെ ജഗത്തെന്ന് വേറെ ഒരു പദാർത്ഥം ഇല്ല. ഉറക്കത്തിൽ വിചാരങ്ങളുമില്ല, ജഗത്തുമില്ല. അല്ലേ നമ്മളുടെ അനുഭവം? ഫിസിഷ്യൻ സാമ്പിൾ എന്ന് പറഞ്ഞു നമ്മളുടെ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഡെമോൺസ്ട്രേഷൻ. ഉറക്കത്തില് ജഗത്തുമില്ല, വിചാരങ്ങളുമില്ല. ഡീപ്പ് സ്ലീപ്പില് ഡെയിലി എക്സ്പീരിയൻസ് ആണ്, എല്ലാ ദിവസവുമുള്ള അനുഭവമാണ്. പ്രപഞ്ചമില്ല, വിചാരങ്ങളുമില്ല. വിചാരങ്ങളില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്നുള്ളതിന് സമാധി വരെ ഒന്നും പോണ്ട. ദിവസം സുഷുപ്തൗ സിദ്ധാത്മകത്വാത് എന്ന് പറഞ്ഞു. ജഗത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ സുഷുപ്ത ഉപലഭ്യതാം. സുഷുപ്തിയിൽ കിട്ടുമാറാകട്ടെ എന്നാണ്. കിട്ടണില്ലല്ലോ. അപ്പൊ സുഷുപ്തിയില് ജഗത്തുമില്ല, വിചാരങ്ങളുമില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ വിചാരങ്ങളും ജഗത്തും ഉണ്ട്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും വിചാരങ്ങളുമുണ്ട്, ജഗത്തുമുണ്ട്. ഉള്ളില് തോട്ടുണ്ട്, വെളിയിൽ പദാർത്ഥമുണ്ട്. ജാഗ്രതത്തിലുണ്ട്, സ്വപ്നത്തിലുണ്ട്. അല്ലെ? സ്വപ്നത്തിൽ ഞാൻ ഉള്ളിൽ വിചാരിക്കും, വെളിയിൽ വസ്തുക്കളും കാണും. ജാഗ്രതത്തിലുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളില് ചിത്തവൃത്തികളും ഉണ്ട്, പ്രപഞ്ചമും ഉണ്ട്. എട്ടുകാലി എങ്ങനെയോ തന്നിൽ നിന്നുണ്ടായ നൂൽ നൂറ്റ് വീണ്ടും അത് തന്നിൽ പ്രതിസംഹരിക്കുന്നുവോ അതുപോലെ തന്നെ മനസ്സും തന്നിൽ നിന്ന് പ്രപഞ്ചത്തെ തോന്നിപ്പിച്ച് വീണ്ടും തന്നിൽ തന്നെ ഒതുക്കുന്നു. ചിലന്തി
വേദ ഉപനിഷത്ത് പ്രയോഗിക്കുന്ന എക്സാമ്പിളാണ്. യഥോർണനാഭിസൃജതേ ഗൃഹത്തെ ച യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. യഥാ ഊർണനാഭി. സ്പൈഡർ, ഈ സ്പൈഡർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് വല നൂറ്റ് അതിലിരിക്കണതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിങ്ങനെ വായുന്നുള്ള ഒരു നൊരയും പതിയുമ്പോൾ ഒരു സാധനം കൊണ്ടുവന്ന് വല നൂൽക്കും. വല നൂറ്റ് അതിനകത്ത് ഇരിക്കും, പ്രാണികളെയൊക്കെ പിടിക്കും, ഭക്ഷിക്കും. ആ വല തന്റെ ഉള്ളിലേക്ക് വലിക്കും. നമ്മൾ ഈ മാറാല് തട്ടിക്കളയുമ്പോൾ അറിയില്ല, പക്ഷെ അതിന് ആ പവറുണ്ട്. അത് കെട്ടി ഉണ്ടാക്കിയിട്ട് ക്യാമ്പ് ഒരിടത്താവുമ്പോ ടെന്റ് കെട്ടും. ക്യാമ്പ് കഴിഞ്ഞാൽ ടെന്റൊക്കെ അഴിച്ചെടുക്കണ പോലെ അവിടുന്ന് അത് മുഴുവൻ ഉള്ളിലേക്ക് വലിക്കും. സൃജതേ ഗൃഹതേശ, പുറത്തേക്ക് കൊണ്ടുവരികയും അകത്തേക്ക് എടുക്കുകയും ചെയ്യും. യഥോർണനാഭിസൃജതേ ഗൃഹതേശ. അതേപോലെ മനസ്സ് പ്രപഞ്ചത്തിനെ തന്നിൽ നിന്നും തോന്നിപ്പിക്കുന്നു. മനസ്സാണോ തോന്നിപ്പിക്കണത് എന്നുള്ള കാര്യം പിന്നെ ഉപനിഷത്ത് പറയുന്നത് പരമേശ്വരൻ തോന്നിപ്പിക്കണമെന്നാണ്. യഥോർണനാഭിസൃജതേ ഗൃഹതേ ച യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി. ഊർണനാഭി, എട്ടുകാലി തന്നിൽ നിന്ന് വല നോക്കുന്നു. പക്ഷെ ആ വല എട്ടുകാലിയിൽ നിന്ന് അന്യമാണല്ലോ, വേറൊരു സാധനമാണല്ലോ. അപ്പൊ ദ്വൈതം വന്നു പോകുമല്ലോ. എന്ന് വെച്ചാൽ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവം, ഭൂമിയിൽ ഓഷധികൾ വരുന്നു. ആ ഓഷധികൾ ജീവനുള്ളതാണല്ലോ, ചൈതന്യവത്താണല്ലോ. ഭൂമിയിൽ നിന്നും ഓഷധികൾ. അപ്പൊ ഭൂമി ജീവനുള്ളതായിട്ട് കാണപ്പെടുന്നില്ലല്ലോ, നമുക്കറിയപ്പെടുന്നില്ലല്ലോ. അപ്പൊ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. യഥാ സതഃ പുരുഷാത് കേശലോമാൻ, ജീവനുള്ള ഒരു മനുഷ്യനിൽ രോമങ്ങളൊക്കെ ഉണ്ടാവുന്ന പോലെ. അക്ഷരാത് സംഭവതീഹ വിശ്വം, അക്ഷരപുരുഷൻ അന്തര്യാമിയായ അക്ഷരത്തിൽ നിന്നും ഈ വിശ്വം ഉണ്ടായി നിന്നും അറിയുന്നു. അതെ, അപ്പോ ആ വിശ്വരൂപത്തില് പൊന്തണത് മനസ്സിൽ തന്നെയാണ്. അത് ആ ശക്തിക്ക് തന്നെ മനസ്സെന്ന് പേര്. പ്രപഞ്ചത്തെ തോന്നിപ്പിച്ച് വീണ്ടും തന്നിൽ തന്നെ ഒതുക്കുന്നു. അതേപോലെ മനസ്സ് ആത്മസ്വരൂപത്തിൽ നിന്നും പുറത്തു വരുമ്പോഴാണ് ജഗത്ത് ഭാസിക്കുന്നത്. മനസ്സ് സ്വസ്വരൂപത്തിൽ ആത്മാവിൽ നിന്നും മനസ്സെന്ന് പറയുന്ന അനിർവചനീയ ശക്തി ഇളകി പുറപ്പെടുമ്പോഴാണ് പ്രപഞ്ചം തോന്നണത്. സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല, ഞാൻ നീ അവൻ ഒന്നുമില്ല, ശരീരമില്ല, ഒന്നുമില്ല. മനസ്സ് പതുക്കെ വിരിയുമ്പോ സ്വപ്നം, നല്ലവണ്ണം വിരിഞ്ഞ ജാഗ്രത, പതുക്കെ കൂമ്പിയ സ്വപ്നം, നല്ലവണ്ണം കൂമ്പിയ സുഷുപ്തി. അപ്പൊ മനസ്സ് പതുക്കെ വിരിയുമ്പോ പ്രപഞ്ചമങ്ങനെ പൊട്ടിവിടർന്നു വരുന്നു, വിരിഞ്ഞു വരുന്നു. അപ്പൊ ആത്മസ്വരൂപത്തിൽ നിന്നും മനസ്സ് പുറത്തു വരുമ്പോഴാണ് ജഗത്ത് ഭാസിക്കുന്നത്. അതുകൊണ്ട് ജഗദ്ഭ്രമം ഉള്ളപ്പോൾ സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല. നമുക്കിപ്പോ സ്വരൂപജ്ഞാനമാണ് നമുക്ക് മുഖ്യം. ഇപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം വരുന്നത്. അതായത് സ്വർണം എന്താണെന്ന് ചോദിക്കുമ്പോ വള, മാല, മോതിരം, കിരീടം എന്തൊക്കെയോ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇയാൾക്ക് മനസ്സിലാവണില്ല. സ്വർണം വളയാണോ? അല്ല. സ്വർണം മാലയാണോ? അല്ല. സ്വർണം മോതിരാണോ? അല്ല. ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാവണില്ല. അപ്പൊ സ്വർണത്തിന് മുഴുവൻ അതിനൊക്കെ ഉരുക്കി ഒരേ സ്വർണ ലായനിയാക്കിയിട്ടോ കട്ടിയാക്കിയിട്ടോ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടില്ലേ, ഏകപിണ്ഡം. വളയും മാലയും മോതിരവും കങ്കണവും ഒക്കെ അതിനകത്തുണ്ട്. ഇതാണ് വളയും മാലയും മോതിരവും ഒക്കെ ആയിട്ട് മാറിയത് എന്ന് കാണിച്ചു കൊടുത്ത പോലെ ആദ്യം നിഷേധം ചെയ്ത് കേവലമായ ചൈതന്യത്തിനെ കാണിച്ചു കൊടുക്കണം.
അപ്പോഴേ സ്വരൂപജ്ഞാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അനേക വസ്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവാണ് ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ആത്മാ ബ്രഹ്മം എന്നൊരു വാക്കും കൂടെ ചേർക്കുമെന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വരൂപജ്ഞാനം ഉണ്ടാവണമെങ്കിൽ സ്വരൂപജ്ഞാനത്തിന് വേണ്ടി ജഗത് ഭ്രമം നീങ്ങിയാലേ സ്വരൂപജ്ഞാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മനസ്സ് പുറമേക്ക് വന്നു കഴിഞ്ഞാൽ, മനസ്സ് സമാധിയിൽ ഇരിക്കാതെ വിക്ഷിപ്തമാകുമ്പോ നിർവികൽപക സമാധിനാ സ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം. ഇതൊരു ചർച്ചാവിഷയമായിട്ടുള്ള കാര്യമാണ്. ചർച്ചയൊക്കെ തന്നെ ഓരോ സ്റ്റേജിൽ നിന്നുകൊണ്ട് ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. അനുഭവത്തില് ഋഷികൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആചാര്യസ്വാമികൾ പറഞ്ഞു, നിർവികൽപക സമാധിനാ സ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം. ഒരു വികല്പവുമില്ലാത്ത, മനസ്സിന്റെ കലർപ്പില്ലാത്ത കേവലമായ ചിദനുഭവം, അതിനാണ് നിർവികൽപ സമാധി എന്ന് പേര്. ചിലര് സമാധി എന്ന് വെച്ചാൽ എന്തോ ഒരു ട്രാൻസ് ആണെന്ന് ധരിച്ച് സമാധി ഒന്നും വേണ്ടെന്ന് പറയണ്ട. അങ്ങനെയല്ല. നിർവികൽപക സമാധി എന്ന് വെച്ചാൽ വികല്പം, ദ്വൈതത്തിന്റെ ഭ്രമമില്ലാത്ത, ചിത്തവൃത്തികളുടെ കലർപ്പില്ലാത്ത, ഇടയില്ലാത്ത ചിദനുഭവം എന്നർത്ഥം. ഉണർവിന്റെ, ബോധത്തിന്റെ അനുഭവം. അതിലെ ബ്രഹ്മതത്വം അവഗമ്യത്തെ, ബ്രഹ്മജ്ഞാനം ഉണ്ടാവുള്ളൂ. നിശ്ചയമായ തെളിഞ്ഞ ജ്ഞാനം ഉണ്ടാവുള്ളൂ. എന്നാ അന്യഥ, അങ്ങനെ അല്ലാതെ ഉണ്ടാവില്ല എന്ന്. എന്തുകൊണ്ട്? പ്രത്യയാന്തര വിമിശ്രണം ഭവേത്ത്, വിമിശ്രിതം ഭവേത്ത്. ഇത് നായാണ്, ഇത് പൂച്ചയാണ്, ഇത് ആനയാണ്, ഇത് സ്ത്രീയാണ്, ഇത് ഭാര്യയാണ്, ഇത് അമ്മയാണ്, ഇത് സഹോദരിയാണ്, ഇത് ഞാനാണ്, ഇത് എന്റെ സ്റ്റാറ്റസ് ആണ്, ഇതെന്റെ വർണ്ണമാണ്, ആശ്രമമാണ്, ഇത് വേദമാണ്, ഇത് തീർത്ഥമാണ്, ഇത് കറുപ്പാണ്, ഇത് വെളുപ്പാണ്. ഇതിനാണ് വികല്പം എന്ന് പേര്. അതുകൊണ്ട് ഇതിനെയൊക്കെ നിഷേധിക്കണം. നവർണ നവർണ ശ്രമാചാര ധർമാഹ നമേ ധാരണ ധ്യാന യോഗ. ഇത് മെഡിറ്റേഷനാണ്. ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കണു, ഇതൊക്കെ വികല്പാണെന്നാണ്. ഇത് കറുപ്പ്, ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം. ഇത് ഇതാണ് അതാണെന്ന് പറഞ്ഞ് ഉള്ള ഇത് മുഴുവൻ നിഷേധിച്ചു കഴിയുമ്പോ നചത്വം നചാഹം നചായം പ്രപഞ്ച സ്വരൂപാവബോധാത് വികൽപ്പ അസഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം. എല്ലാം തള്ളിക്കളഞ്ഞ് തള്ളാൻ ഒന്നും ബാക്കിയില്ലാതെ അവശേഷിക്കുന്ന അറിവ് മാത്രമായ സ്ഥിതി ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ നിർവികൽപ്പം സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞത്. ഏക കേവല ചൈതന്യത്തിന്റെ അറിവ്. ഇതൊക്കെ നിങ്ങളിപ്പോ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തെളിയും തോറും ഇത് മനസ്സിലാവും. അതുവരെ ഒരു ഫിലോസഫി ആയിട്ടിരിക്കും. കേവലമായ ചൈതന്യത്തിന്റെ അനുഭവം വരുമ്പോ, സ്വരൂപം പ്രകാശിക്കുമ്പോ അവിടെ ജഗത്ത് എന്ന് പറഞ്ഞൊരു പദാർത്ഥമില്ല. സ്വരൂപം, മനസ്സിന്റെ സ്വരൂപത്തിനെ കുറിച്ച് നിരന്തരമായി വിചാരിച്ചു കൊണ്ടിരുന്നാൽ, ഈ മനസ്സെന്താണ്, ചിത്തവൃത്തികളാണല്ലോ, ഈ ചിത്തവൃത്തികൾ എന്തോ വിധത്തിൽ ചകഞ്ഞുകൊണ്ടിരുന്നാൽ ഉള്ളില് മനസ്സ് താനായി പരിണമിക്കും. പതുക്കെ പതുക്കെ ഭഗവാൻ തന്റെ മാർഗത്തിൽ വരാൻ. മനസ്സിന്റെ സ്വരൂപത്തിന് എന്താണെന്ന് ആരായിഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് പതുക്കെ പതുക്കെ താനായി പരിണമിക്കും. மனதின் ஸ்வரூபத்தை விசாரித்துக்கொண்டே போனால் மனம் தானாയി മുടിയും. ഒക്കെ അതേ വാക്ക് തന്നെയാണ്, ഒന്നും മാറ്റിയിട്ടില്ല മലയാളത്തിൽ. താൻ എന്നത് ആത്മസ്വരൂപമേ എന്നുവെച്ചാൽ ചിത്തവൃത്തികൾ ജഗത്തൊന്നുമില്ലാത്ത താൻ മാത്രമായി പ്രകാശിക്കും. താൻ എന്നത് ആത്മസ്വരൂപം തന്നെ.
മനസ്സെപ്പോഴും ഒരു സ്ഥൂല വസ്തുവിനെ ആശ്രയിച്ചേ നിൽക്കുള്ളൂ. ആ സ്ഥൂല വസ്തുവിനെ എടുത്തു കളഞ്ഞാൽ മനസ്സില്ല. നൂലെടുത്താൽ മുണ്ടില്ലാത്തത് മാതിരി അതിനെ ആശ്രയിക്കാൻ ഒരു സ്ഥൂല വസ്തുവും കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു വസ്തുവില്ല, തനിച്ച് നിൽക്കില്ല. മനസ്സിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറയുന്നത്. ഈ മനസ്സ് തന്നെയാണ് സൂക്ഷ്മ ശരീരം. ശരീരം മുഴുവൻ മനസ്സിന്റെ ഉള്ളിൽ മിനിയേച്ചർ ഫോമിലുണ്ട്. അതാണ് സ്വപ്നത്തിലെല്ലാം കാണിക്കണത്. എല്ലാ വികാരങ്ങളും അത് കാണിക്കാൻ കാരണം എന്താ? ശരീരം മനസ്സിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന പേഴ്സണാലിറ്റി മനസ്സിലാണ് ഇരിക്കുന്നത്. അതിനെ അങ്ങനെ എല്ലാം എടുത്ത് കൊമറിക്കളഞ്ഞാല് പിന്നെ മനസ്സെന്ന് പറഞ്ഞൊരു പദാർത്ഥമില്ല, താനേ ഉള്ളൂ എന്ന് പറഞ്ഞു ഭഗവാൻ. ചിത്തവൃത്തികളൊക്കെ ഇല്ലാതായാൽ പിന്നെ മനസ്സെന്തുണ്ട്? താനേ ഉള്ളൂ. മനസ്സിന്റെ സ്വരൂപത്തിനെ ചകഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നാൽ ചിത്തവൃത്തികൾ അടങ്ങി അടങ്ങി വിശ്രാന്തമായി താൻ മാത്രം, തന്റെ ഉണ്മ മാത്രം, ഇരുപ്പ് മാത്രം, അസ്തിത്വം മാത്രം പ്രകാശിക്കണം. ആ താനോ ആത്മസ്വരൂപം തന്നെ. താൻ എന്ന് പറയണത് ആത്മസ്വരൂപം തന്നെ. അപ്പൊ ആത്മസ്വരൂപം എപ്പോഴും ഉണ്ട്. പിന്നെ മനസ്സെങ്ങനെ ഉണ്ടായി? സ്ഥൂല വസ്തുക്കൾ കൊണ്ടുവന്ന മനസ്സുണ്ടായി. അത് ഞാൻ നീ അവൻ വന്നാൽ മനസ്സുണ്ടായി. ഞാൻ നീ അവൻ മൂന്നുമില്ലെങ്കിൽ സമാധി. ത്വമഹം ഇദം ഇതീയം കൽപ്പനാ ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മനി അദ്വയേ നിർവികൽപ്പേ പ്രവിലസതി സമാധോ അസ്യ സർവോ വികൽപഃ വിലയനമുപഗച്ഛേത് വസ്തുതത്വാവദൃഷ്ട്യാ എന്നാണ്. സമാധി എന്ന് പറഞ്ഞാൽ വസ്തുതത്വാവദൃഷ്ടി എന്നാണ് ആചാര്യസ്വാമി പറയണത്. തെളിഞ്ഞ സ്വസ്വരൂപത്തിനെ അറിഞ്ഞു കഴിയുമ്പോ ഞാനില്ല നീ അവൻ എന്നുള്ള ഈ വികല്പങ്ങള് ഉദിക്കണില്ല. അഥവാ ഉദിച്ചാലും അത് വാസ്തവമല്ലെന്നും ആത്മാ മാത്രമേ ഉള്ളൂ എന്നും ഉള്ള അനുഭവജ്ഞാനം, അനുഭവ ബലമുണ്ട്. ആ അനുഭവ ബലത്തിന് സമാധി എന്ന് പേര്. ആ സമാധിയാണ്, നിർവികൽപ്പ ജ്ഞാനമാണ്, നിർവികൽപ്പ ബോധമാണ് താൻ എന്ന്. താൻ നമ്മളുടെ സ്വരൂപം. സ്വരൂപത്തിന് എന്തു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ഇരു. ചുമ്മാ ഇരിക്കാൻ പറ്റണില്ല, അപ്പൊ മനസ്സുണ്ട്. ചുമ്മാ ഇരു ചൊല്ലറ്. ഇത്രയേ ഭഗവാന്റെ ടീച്ചിങ്, ഇത്രയുള്ളൂ. ചുമ്മാ ഇരു. ചുമ്മാ ഇരിക്കലിന് ഒരു ആരംഭമോ അവസാനമോ ഉണ്ടോ? ചിത്തവൃത്തികളാണ് ഉണ്ടായി നിന്നു മരണത്. ചുമ്മാ ഇരിക്കൽ എപ്പോഴും ഉണ്ട്. ഒരു അനുഷ്ഠാനത്തിന് തുടക്കവും അവസാനവും ഉണ്ട്. ചുമ്മാ ഇരിക്കൽ എപ്പോഴും ഉണ്ട്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞ് ജ്ഞാനിയുടെ ഇരുപ്പതാണ്. ഭഗവാന് 54 വർഷം ചുമ്മാ ഇരുന്നു. കാര്യങ്ങൾ പലതും താൻ ഇരുക്ക വേണ്ടിയ ഇടത്തിൽ താൻ ഇരുന്നാൽ നടക്ക വേണ്ടിയതെല്ലാം താനേ നടക്കും.
മനസ്സിന്റെ സ്വരൂപത്തിനെ ആരാഞ്ഞാൽ മനസ്സ് താനായി പരിണമിക്കും. ആത്മാവായി നദി പോയി സമുദ്രത്തിൽ കലക്കണ പോലെ സ്വരൂപത്തിൽ കലങ്ങി പറയും. സ്വരൂപം കടലുപോലെ ഉള്ളില് എപ്പോഴും നിത്യസിദ്ധായിട്ടുണ്ട്. സമുദ്രം പോലെ. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി. ആപൂര്യമാണം അചലപ്രതിഷ്ഠം. അചലവും സമുദ്രവും ഒരേ സ്ഥലത്തായി ഇവിടെ. സമുദ്രം ആപഃ പ്രവിശന്തി യദ്വത്. സമുദ്രത്തിൽ എത്ര നദികൾ ചെന്ന് ചേർന്നാലും സമുദ്രം കടല് മല പോലെ നിൽക്കണമെന്നാണ്. അങ്ങനെ പറയുമോ? കടലിനെ ആരെങ്കിലും മല പോലെ എന്ന് പറയുമെന്ന് വെച്ചാൽ രമണ ഭഗവാൻ കരുണൈക്കടലേ എന്ന് പറഞ്ഞ അരുണാചലത്തിനെ കടലേന്ന് വിളിച്ചു. അതൊരു പ്രത്യേക എന്തോ സംസ്കൃതത്തിലൊരു വളരെ പ്രത്യേകമായൊരു ഉപമയാണെന്നൊക്കെ പറയും. അതിന് ചേർക്കാൻ പെടാത്ത ചേർക്കയാണത്, ഉപമയാണത്. മലയെ പോയി കടലേന്ന് വിളിക്കാം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം എന്നാണ്. ഈ കടലുണ്ടല്ലോ മല പോലെ നിൽക്കണമെന്നാണ്. എപ്പോ എത്ര നദികൾ കയറിയാലും ഒരു അനക്കമില്ല. സമുദ്രമാപഃ പ്രവിശന്തിയത്വം. അങ്ങനത്തെ ഉദാഹരണങ്ങളുണ്ട്. വിപരീത വാക്കുകൾ ഉപയോഗിക്കാം അല്ലേ? മലയാളത്തിൽ നമ്മൾ സാധാരണ ഭയങ്കര സൗന്ദര്യം എന്ന് പറയും. ഭയങ്കരവും സൗന്ദര്യവും എങ്ങനെയാ ചേരുക? ആലോചിക്കണേ ഇല്ല. അപ്പൊ നമ്മള് ഭയങ്കര സൗന്ദര്യം. അചലപ്രതിഷ്ഠം. ചലനമില്ലാത്ത സ്വരൂപത്തില് പ്രതിഷ്ഠിതനാണ് ജ്ഞാനി, ബ്രഹ്മനിഷ്ഠൻ. താനായി പരിണമിച്ചിരിക്കുന്നു. താനായിരുപ്പതേ തന്നെ അറിതലാം താൻ ഇരണ്ട് അற்றതാലും തീപര തന്മയ നിഷ്ഠൈ തുന്തീപര. ഉപദേശസാരത്തില് ആത്മസംസ്ഥിതി സ്വാത്മദർശനം ആത്മനിർദ്വയാത് ആത്മനിഷ്ഠത എന്ന ശ്ലോകത്തിന്റെ ഒറിജിനൽ തമിഴാണത്. താനായിരുപ്പതേ തന്നെ അറിതലാം. തന്നെ അറിയുക എന്ന് പറയുന്നത് എന്താ? താനായിരിക്കൽ തന്നെ. താനായിട്ടല്ലാതെ പിന്നെ വേറെ എന്തായിട്ടാ നമ്മൾ ഇരിക്കുന്നത്? വേറെ എന്തൊക്കെയോ ആയിട്ട് ഇരിക്കണ പോലെ ഈ മനസ്സ് ഭാഷ്യം എഴുതിക്കൊണ്ടേ ഇരിക്കണ്ടല്ലോ. ആ മനസ്സിന്റെ കമന്ററി അവിടെ നിന്നാൽ താനായി തന്നെ ഇരിക്കണു, മറയില്ല. ചിത്തവൃത്തികളെ ഉപേക്ഷിക്കുകയാണ്, ഇഗ്നോറിംഗ് ആണ്. നമ്മളുടെ മേലെ ഏൽപ്പിക്കുന്ന ഒരു ആരോപണവും അധ്യാസവും നമ്മൾ സ്വീകരിക്കണില്ല. എന്തുണ്ടോ അതേ ഉള്ളൂ, ഇതും അതും ഒന്നുമല്ല. ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ പാട്രിയോട്ടിക് ആയിട്ട് ഇരിക്കണ്ടേ, ദേശഭക്തന്മാരാവണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഇതും അതുമായിട്ടൊന്നും ഇരിക്കണ്ട, ഏതായിട്ടിരിക്കണോ അതായിട്ടിരി. താനായിരുത്തൽ. ഇന്ന് മഴ നമ്മളെ കുറെ ശബ്ദം ഉണ്ടാക്കിയില്ലേ? പക്ഷെ ആ ശബ്ദമൊന്നും നമ്മള് താനായിട്ടിരുന്ന് അറിയില്ല. നേരെ പക്ഷെ ആ ശബ്ദം ആദ്യം തുടങ്ങുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശബ്ദമേ ഉള്ളൂ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് തന്നെയാ സീക്രട്ട്. ദൃക്കില് ശ്രദ്ധ പോയാൽ പിന്നെ ദൃശ്യം അറിയില്ല. ദൃശ്യത്തിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ദൃക്കിനെ ശ്രദ്ധിക്കല് ബുദ്ധിമുട്ടാണ്. അപ്പോ ദൃക്കിലെ ശ്രദ്ധിച്ച് അഭ്യസിക്കുന്നതാണ് സമാധി അഭ്യാസം എന്ന് പേര്. ദൃശ്യത്തിനെ വിട്ട് ദൃക്കില് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൃക്കോ സദാ സ്വയം പ്രകാശമാനമായ വസ്തുവാണ്.
ദൃക്കും ദൃശ്യവും കൂടിയുള്ള ഈ സംബന്ധം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതാണ് ആവരണം എന്ന് പറയുന്നത്. അതൊന്ന് ദൃക്ക് മാറ്റിയാൽ നിശേഷ ആവരണ ഭംഗം ഉണ്ടാവും. നമ്മളുടെ അനുഭവത്തിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ദൃക്ക്, ഒന്ന് ദൃശ്യം. ശുദ്ധമായ അനുഭവം ദൃക്ക്, ആ അനുഭവത്തിൽ പ്രതീയമാനമാവുന്നത് ദൃശ്യം. രൂപം ദൃശ്യം, കണ്ണ് ദൃക്ക്. കണ്ണ് ദൃശ്യം, മനസ്സ് ദൃക്ക്. മനസ്സ് ദൃശ്യം, ബുദ്ധി ദൃക്ക്. അഥവാ ബുദ്ധിയെയും മനസ്സിൽ ഉൾപ്പെടുത്തിയാൽ അതിനും സാക്ഷിയായിരിക്കുന്ന പ്രജ്ഞ, ജ്ഞപ്തി, അത് ദൃക്ക്. അതിനെ കാണാൻ ഒക്കില്ല. അത് സ്വയം പ്രകാശമാണ്, സ്വയമേവ തന്നെ കാണുന്ന കണ്ണാണ്. ദൃശ്യത്തിൽ നിന്നും ദൃക്കിൽ പോയി ദൃക്കിൽ നിൽക്കലാണ് വിചാരത്തിന്റെ പന്ഥ. എന്തെങ്കിലും മനസ്സിലാക്കലോ അറിയലോ ബുദ്ധിവ്യാപാരമോ അല്ല. ബഹിർമുഖമായ ചിത്തം ഉള്ളിലേക്ക് മടങ്ങി എല്ലാത്തിനും സാക്ഷിയായിരുന്ന് സ്വയം പ്രകാശിക്കുന്ന ചിത്തില് തന്റെ സോഴ്സ്, തന്റെ മൂലത്തിനെ അറിഞ്ഞ് ഇരിക്കലാണ്. അവിടെ എല്ലാ അറിവും അവസാനിക്കുന്നു. അവിടെ പ്രപഞ്ചം അവസാനിക്കുന്നു, അറിവൊക്കെ അവസാനിക്കുന്നു. എന്തെങ്കിലും അറിയുന്ന അറിവല്ല. അതുകൊണ്ടാണ് നമ്മൾ അധ്യാത്മത്തിൽ സയൻസിനെ കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് പറയണത്. ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ സയൻസും സ്പിരിച്വാലിറ്റിയും കൂട്ടിക്കുഴയ്ക്കുക. ഒരിക്കലും ഇത് രണ്ടും ചേരുകയേ ഇല്ല. എന്താന്ന് വെച്ചാൽ സയൻസിന് ദൃശ്യം ആണ് പ്രധാനം. സയൻസിന് ദൃശ്യത്തിന്റെ അനാലിസിസ് ആണ് പ്രധാനം. ദൃശ്യത്തിലുള്ള വസ്തുക്കളെ പേരുകൊടുക്കലും അതിന്റെ സൂക്ഷ്മത അറിയലുമാണ് പ്രധാനം. ജ്ഞാനത്തിലാവട്ടെ ദൃശ്യം മുഴുവനും ദൃക്കിൽ അവസാനിക്കുന്നു, അറിവും അവസാനിക്കുന്നു. കേവല ജ്ഞപ്തി, ആത്മാനുഭവം, അതില് ഇതൊക്കെ വന്ന് അവസാനിക്കുന്നു. ഇത് രണ്ടും രണ്ട് തലത്തിൽ, ഒന്ന് അപരാവിദ്യയാണ്, ഒന്ന് പരാവിദ്യയാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു, എത്ര കാലം നിങ്ങൾ ബഹിർമുഖമായ അനാലിസിസ് ഉണ്ടോ അത്ര കാലം നിങ്ങൾക്ക് ആത്മാ തെളിയില്ല. എത്ര കാലം നിങ്ങൾ ബഹിരംഗ വിഷയങ്ങളെ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കണോ. കാക്കദന്ത പരീക്ഷാരൂപം എന്ന് ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞു. കാക്കയ്ക്ക് എത്ര പല്ലുണ്ടെന്ന് അന്വേഷിക്കാന്ന്. നാട്ടിലുള്ള കാക്കയൊക്കെ പിടിച്ച ഇത്ര കാക്കകളുണ്ട്, ഇത്ര പല്ലുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഗൗരവം, അത്രേ ഉള്ളൂ. ഡോക്ടറേറ്റ് ഇൻ കാക്കദന്തോളജി. അപ്പോ അതുപോലെ പുറമേ ഉള്ള വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് വ്യവഹാരത്തിന് എത്ര കണ്ട് വേണോ അത്ര വേണം. യാവതർത്ഥം വ്യവഹരേത് ദേഹേ ഗേഹേച്ച പണ്ഡിത. ഭാഗവതത്തിലെ എല്ലാ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസും തന്നു. എത്ര കണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര കണ്ട് അറിഞ്ഞോളൂ, അത്ര കണ്ട് വ്യവഹരിച്ചോളൂ. അത് ദാറ്റ് ബിലോങ്സ് ടു അനദർ പ്ലെയിൻ. കാർ ഓടിക്കണമെങ്കിൽ അതിന്റെ നിയമങ്ങളൊക്കെ അറിയണം. അത് വേറെ ഒരു പ്ലെയിനാണ്. അത് ദൃശ്യമാണ്, ഇത് ദൃക്കാണ്. അതിൽ നിങ്ങൾ എത്ര വേണമെങ്കിൽ യാത്ര ചെയ്തോളൂ, അതും ഇതും കൂടെ സംബന്ധപ്പെടില്ല. എപ്പോ നിങ്ങൾക്ക് ദൃക്കിനെ അറിയണമോ ദൃശ്യത്തിൽ നിന്നും അറ്റൻഷൻ, ശ്രദ്ധ ദൃക്കിന് നേരെ തിരിയണം. ഇത് രണ്ടും കയറും പാമ്പും പോലെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ
ദൃശ്യത്തിൽ ശ്രദ്ധയുള്ളപ്പോ ദൃക്കിൽ വീഴില്ല. ദൃക്കിൽ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ദൃശ്യം മറഞ്ഞു പോകും. യു ഇഗ്നോർ ഇറ്റ്. അതുകൊണ്ട് ശ്രദ്ധ ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞു. അപ്പോ ദൃശ്യമായ ജഗത്ത് എപ്പോ മറയും എന്ന് ചോദിച്ചപ്പോ മനസ്സടങ്ങിയാൽ മറയും എന്ന് പറഞ്ഞു. ദൃശ്യപദാർത്ഥം മുഴുവൻ മനസ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദിവസം സുഷുപ്തിയിൽ മനസ്സടങ്ങുമ്പോ ദൃശ്യം മുഴുവൻ അടങ്ങിപ്പോകുന്നു. ദിവസം നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് സുഷുപ്തിയിൽ, ഡീപ് സ്ലീപ്പില് മനസ്സടങ്ങുമ്പോൾ ദൃശ്യം മുഴുവൻ അടങ്ങുന്നു. മനസ്സ് വിരിയുമ്പോൾ ദൃശ്യം മുഴുവൻ വിരിയുന്നു. നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത മനോഹി അവിദ്യ ഭവബന്ധഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭത്തെ. വിവേകചൂഡാമണിയിലെ ഒരു ശ്ലോകമാണ്. നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത. മനസ്സിനെ കൂടാതെ അവിദ്യ എന്ന് പറഞ്ഞു, സംസാരം എന്ന് പറഞ്ഞൊന്നില്ല. മനോഹി അവിദ്യ, മനസ്സ് തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഭവബന്ധഹേതു, സംസാരബന്ധത്തിന് കാരണം. തസ്മിൻ വിനഷ്ടേ, അത് ലയിക്കുമ്പോ സകലത്തിൽ ലയിക്കുന്നു. വിജൃംഭിതേസ്മിൻ, അത് വിജൃംഭണം ചെയ്യുമ്പോ എല്ലാം വിജൃംഭണം ചെയ്യുന്നു, പൊന്തി വരുന്നു, പ്രൊജക്റ്റ് ആവുന്നു. എങ്ങനെ? ഒരു എട്ടുകാലി വലനൂൽക്കുന്ന പോലെ എന്ന് പറഞ്ഞു ഇന്നലെ. ഒരു ചിലന്തി എങ്ങനെ വലനൂറ്റ് ആ വലയുടെ ഉള്ളിൽ ഈ ജീവനെ പെടുത്തി തൻവശപ്പെടുത്തുന്നുവോ അതുപോലെ ഈ മനസ്സും തന്റെ മുമ്പില് നമ്മളുടെ സ്വരൂപത്തിൽ നിന്ന് തന്നെയാണ് ഇത് പൊന്തണത്. നമ്മൾ അതിനകത്ത് പെടുന്നു അല്ലെ? സ്വപ്നത്തിൽ തന്നെ കാണാമല്ലോ ദൃഷ്ടാന്തം. ആര് പറഞ്ഞു നമ്മളെ കൊണ്ട് ദുസ്വപ്നം കാണാൻ? സുഖമായിട്ട് നല്ല ബെഡില് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങി, അപ്പൊ എവിടെയോ പോയതായിട്ടും, പ്ലെയിനിൽ പോകുന്നു, പെട്ടെന്ന് പ്ലെയിന് കേടായി, ആകാശത്തുനിന്ന് വീഴാൻ പോകുന്ന പോലെ സ്വപ്നം. എന്തിനാ കാണുന്നത്? കൊടുങ്കാട്ടിൽ പെട്ട പോലെ, പുലിയും മറ്റുമൊക്കെ വരുന്ന പോലെ സ്വപ്നം, മലയുടെ മുകളിൽ നിന്ന് വീഴുന്ന പോലെ. ഇങ്ങനെയൊക്കെ ആരാ കാണുന്നത്? നിങ്ങളാണ്. ശരി, നല്ലൊരു സ്വപ്നം കണ്ടൂടെ? നല്ല സ്വപ്നം, വല്ലത് സുഖമായ സ്വപ്നമൊക്കെ ഓരോ ദിവസവും തീരുമാനിക്കുകയാണ്. വീഡിയോ കാണുന്ന പോലെ ഇന്ന് രാത്രി ഇന്ന സ്വപ്നം എന്ന് കണ്ടൂടെ? എന്തിനാ കാണുന്നത്? സ്വയമേവ മനസ്സൊരു ചിത്രം ഉണ്ടാക്കി അതിനകത്ത് നമ്മളും പെട്ടു. അതിന്റെ ദുരിതം മുഴുവനും അനുഭവിക്കണം, സുഖമാവട്ടെ ദുഃഖാവട്ടെ. നമ്മളും അതിനകത്തുണ്ട്. നമ്മൾ തന്നെയാണ് ആ സ്വപ്നത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും അല്ലെ? എന്നെ കൂടാതെ ഒരു സാമഗ്രി, ഒരു സാമാനവും ഇല്ല അവിടെ. സ്വപ്നത്തിൽ കാണപ്പെടുന്ന കാട്, സ്വപ്നത്തിൽ കാണപ്പെടുന്ന പുലി, സ്വപ്നത്തിൽ കാണപ്പെടുന്ന രാജാവ്, സ്വപ്നത്തിൽ കാണപ്പെടുന്ന ദേവന്മാര്, സ്വപ്നത്തിൽ കാണപ്പെടുന്ന ആഹാരം, സ്വപ്നത്തിൽ ഭുജിക്കുന്ന ആള്, ഭയപ്പെടുന്ന ആള്, കാമിക്കുന്ന ആള് ഒക്കെ ഞാൻ തന്നെ. എന്നെ കൂടാതെ ഒരു സാമഗ്രിയില്ല. ഇത്രയും സ്വപ്നത്തിൽ മനസ്സ് സ്വയമേവ സൃജതി സ്വശക്തിയ. ഭോക്താദി വിശ്വം മനയേവ സർവം. മനസ്സ് തന്നെയാണ് അനുഭവിക്കുന്നവനും അനുഭവിക്കപ്പെടുന്ന വസ്തുവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് സ്വപ്നത്തില്. തഥൈവ ജാഗ്രത്യവിനോ വിശേഷ എന്നാണ്. അതേപോലെ തന്നെയാണ് ഈ ജാഗ്രത്തിലും ഭോക്താവും ഭോഗ്യവും ഒക്കെ മനസ്സ് തന്നെയാണ്. നമുക്ക് പിടികിട്ടുന്നില്ല, അത്രയേ ഉള്ളൂ എന്നാണ്. തത്വജ്ഞാനം ഉണ്ടാവുമ്പോ അറിയാം, ഈ മുമ്പിലിരിക്കുന്നതും ഞാൻ തന്നെ, ഈ വർത്തമാനം പറയണത് ഞാൻ തന്നെ, നമ്മൾക്ക് തമ്മിലുള്ള ദർശനവും ഞാൻ തന്നെ, ഈ വെളിച്ചവും ഞാൻ തന്നെ, ഈ ഹാളും ഞാൻ തന്നെ, ആകാശവും ഭൂമിയും സകല പദാർത്ഥങ്ങളും ഞാൻ തന്നെ. ഇത് മുഴുവൻ ആത്മൈവ ഇതം സർവം. അല്പവും ത്രിപുടി ഇവിടെ ഇല്ല, ദ്വൈതം ഇവിടെ ഇല്ല. ദ്വൈതത്തിന്റെ ഭ്രമം നീങ്ങിക്കഴിയുമ്പോ, ആവരണം നീങ്ങിക്കഴിയുമ്പോ ഇവിടെ ഇപ്പൊ തന്നെ ദ്വൈതമൊന്നുമില്ല. കാണുന്ന നിങ്ങളും കാണുന്ന ഞാനും നമ്മൾക്ക് തമ്മിലുള്ള കാഴ്ചയും ഇതൊക്കെ തന്നെ ഒരേ സ്ക്രീനിൽ കാണപ്പെടുന്ന ചിത്രമാണ്, ഒരേ പ്രകാശമാണ്. മൂന്ന് വസ്തുക്കളായിട്ട് ദൃക്ക്, ദൃശ്യം, പ്രമാത, പ്രമേയം, പ്രമാണം ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരേ വസ്തുവാണ്. പലതിവിടെ അല്പം പോലും ഇല്ല. ഒരേ ആത്മാ തന്നെയാണ്
പല ഭാവങ്ങളിൽ കാണപ്പെടുന്നത്. ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല, ഒന്നും നിൽക്കണില്ല, ഒന്നും സംഹരിക്കപ്പെടുന്നില്ല എന്നുള്ള അനുഭവം ഇവിടെ തന്നെ ഉണ്ടാവും. എന്നുവെച്ചാൽ തെളിവുണ്ടാവും, ജ്ഞാനം ഉണ്ടാവും. അപ്പോ അത് ഈ ദ്വൈതഭ്രമമുള്ള വരെ സ്വരൂപജ്ഞാനം ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നാണ്. ജഗദ്ഭ്രമമുള്ളപ്പോൾ സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല. സ്വരൂപം പ്രകാശിക്കുമ്പോൾ ജഗത് പ്രകാശവുമില്ല. മനസ്സിന്റെ സ്വരൂപത്തെ നിരന്തരമായി വിചാരിച്ചുകൊണ്ടിരുന്നാൽ, മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിരന്തരം വിചാരിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് താനായി പരിണമിക്കും. മനസ്സ് എന്ന് പറയുന്ന ശക്തി ഉള്ളിലാണല്ലോ. നമ്മളിപ്പോ മനസ്സെന്ന് ഇപ്പൊ തൽക്കാലം പറയണത് അല്ലേ? ഉള്ളിലിങ്ങനെ ചകഞ്ഞു നോക്കുവാണ്. മനസ്സെന്താ. മോഡേൺ സൈക്യാട്രിയിൽ അവർക്ക് മനസ്സെന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ്. വേദാന്തം പറയണത് ശരീരം തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വെറും തോന്നൽ മാത്രമാണ്. ശരീരം മനസ്സിലാണോ, മനസ്സ് ശരീരത്തിലാണോ, നമ്മൾ പ്രപഞ്ചത്തിലാണോ, പ്രപഞ്ചം നമ്മളിലാണോ, നമ്മൾ തന്നെ ആരാണ്, നമ്മളുടെ സ്വരൂപം എന്താണ്, ഒന്നും പിടിയില്ലാതെയാണ് നമ്മളുടെ ശാസ്ത്രങ്ങളൊക്കെ വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അജ്ഞാനത്തിന്റെ സന്തതികളാണെന്ന് പറഞ്ഞു ആചാര്യസ്വാമി ഒരിടത്ത്. മനസ്സെപ്പോഴും ഒരു സ്ഥൂല വസ്തുവിനെ ആശ്രയിച്ചേ നിൽക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഫോം, ഒരു നെയിം, ഫോം, അതിനെ ആശ്രയിച്ചുകൊണ്ടേ മനസ്സ് നിൽക്കുള്ളൂ. അത് എടുത്തു കളഞ്ഞാൽ മനസ്സ് എവിടെ പോകും? ആശ്രയമില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ പറയണത് ഉത്തമമായ ആശ്രയം ഉള്ളിൽ പ്രകാശിക്കുമെന്നാണ്. ഭാഗവതത്തിൽ പറഞ്ഞു, അന്യാശ്രയാണാം ത്യാഗ. എല്ലാ ആശ്രയവും എടുത്തു കളഞ്ഞാൽ, അതാണ് സന്യാസം എന്ന് പറഞ്ഞത്, എല്ലാ ആശ്രയവും എടുത്തു കളഞ്ഞാൽ ഭഗവാൻ സ്വയം പ്രകാശിക്കും. കാരണം ഭഗവാന് പേര് തന്നെ ആശ്രയ എന്നാണ്. 10ാമത്തെ ലക്ഷണം ഭാഗവതത്തിൽ ആശ്രയം എന്നാണ്. മുക്തി ആശ്രയ. ആശ്രയം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. പിന്നെ എന്തേ പ്രകാശിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ മറ്റു പലതും ആശ്രയിക്കുന്നതുകൊണ്ട് ആശ്രയം പ്രകാശിക്കുന്നില്ല. തൽക്കാലം നമുക്ക് വേറെ പല ആശ്രയം ഉള്ളതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ശരി അതൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ആ ആശ്രയം മുഴുവൻ പോയി കഴിയുമ്പോ ആശ്രയം പ്രകാശിക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞു നിരാലംബയോഗം എന്നാണ്. ആലംബം മുഴുവൻ എടുത്തു കളയാം. മനസ്സ് എന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചേ നിൽക്കുള്ളൂ, തനിച്ചു നിൽക്കില്ല. മനസ്സിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറയുന്നത്. മനസ്സ് തന്നെയാണ് സൂക്ഷ്മ ശരീരം. ഇത് സ്ഥൂല ശരീരം, അകത്ത് സൂക്ഷ്മ ശരീരമായി നിൽക്കുന്നത് മനസ്സാണ്. ആഗ്രഹങ്ങളായിട്ടും കാമക്രോധലോപമോഹാദികളായിട്ടും അറ്റാച്ച്മെന്റ് ആയിട്ടും പലവിധ ഭാവങ്ങളോടുകൂടെ അഭിമാനത്തോടുകൂടെ ഉള്ളിൽ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്തവൃത്തികളുടെ രൂപം, ഇത് തന്നെയാണ് സൂക്ഷ്മ ശരീരം. ഇത് ഈ ശരീരം വിട്ടതുകൊണ്ട് അവസാനിക്കാൻ പോണില്ല, വേറൊരു ശരീരത്തിലേക്ക് പോകും. അതുകൊണ്ട് അതിനെ ജീവൻ എന്ന് പറയണം. സ്വപ്നത്തിൽ കാണണ്ടല്ലോ ഈ ശരീരത്തിന്റെ ആശ്രയമില്ലാതെ തന്നെ അത് ചലിക്കണത്. ഈ ശരീരം മിണ്ടാതെ ഒരിടത്ത് കിടക്കുമ്പോ സ്വപ്നത്തില് അത് ഇഷ്ടം പോലെ സഞ്ചരിക്കണം. അതേപോലെ തന്നെ മരണവും അതിനൊരു പ്രശ്നമല്ല. ഈ ശരീരത്തിന്റെ മരണം അതിനൊരു പ്രശ്നമല്ല. അതിന് ഏത് ലോകം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, ഏത് മണ്ഡലം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, എവിടെ വേണമെങ്കിൽ പോവാൻ പറ്റും. അതിന് സ്വാതന്ത്ര്യം ഒരുപാടുണ്ട്. ഈ ശരീരത്തിനോളം ലിമിറ്റഡ് അല്ലാതെ. ഈ ശരീരം വളരെ ലിമിറ്റഡ് ആണ്. അതിന് ലിമിറ്റേഷനേ ഇല്ല. ഏത് മണ്ഡലത്തിലേക്ക് ഏത് ലോകത്തിലേക്ക് വേണമെങ്കിൽ പോയിട്ട് വരാൻ പറ്റും. അത്രയും സങ്കല്പമാത്രം കൊണ്ട് അതവിടെ വന്ന് നിൽക്കും. സങ്കല്പമാത്രേണ പിതരഹ ഉപതിഷ്ഠന്തി ദേവാഹ ഗന്ധർവാഹ
വിദ്യാധരാഹ സിദ്ധാഹ ചാരണാഹ. ശ്രുതി തന്നെ പറയണു, സങ്കല്പിച്ചാൽ മതി, പിതൃക്കൾ മുമ്പിൽ വരും, ഗന്ധർവന്മാർ വരും, സിദ്ധന്മാർ വരും, ചാരണന്മാർ വരും, ആര് വേണമെങ്കിൽ വരുന്നതാണ്. അത്രയും പവർ അതിനുണ്ട്. ഉപാസനയുടെ മണ്ഡലാണത്. അവിടെ എന്ത് ഉപാസിക്കണോ അതിന്റെ ദർശനം ഉണ്ടാവും. മനസ്സിനെ ആശ്രയമില്ലാതാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ദേവന്മാരെ ആരെങ്കിലുമൊക്കെ ആശ്രയാക്കുന്നു. ഭഗവാന്റെ രൂപത്തിനെ, ഭഗവാന്റെ ഭാവത്തിനെ, അല്ലെങ്കിൽ ഗുരുവിന്റെ രൂപത്തിനെ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിച്ച് ധ്യാനിക്കുന്നു. അപ്പൊ എന്താ? അത് മുമ്പിൽ വന്ന് നിൽക്കും. നീചമായ ഒരു ഭാവങ്ങൾ വരുന്നതിന് പകരം ഉയർന്ന മണ്ഡലങ്ങൾ അതിന്റെ ഉള്ളിൽ ആവിർഭവിച്ച് പ്രകാശിക്കും. അപ്പോഴും വ്യവഹരിക്കും അത്. എങ്കിലും അതിനനുസരിച്ച് വ്യവഹരിക്കും. അതിനനുസരിച്ചുള്ള മണ്ഡലങ്ങളിൽ പോവും. ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഹ യാന്തി മാമപി എന്ന് ഭഗവാൻ പറഞ്ഞു ഗീതയിൽ. അതുപോലെ ദേവലോകത്തിലേക്കോ ഏതെങ്കിലും മണ്ഡലങ്ങൾ അത് സങ്കല്പിച്ചുണ്ടാക്കിക്കൊണ്ട് യാത്ര ചെയ്യും. മനസ്സിന്റെ പവറാണത്. ഉപാസകന്മാർക്ക് പലതും രൂപത്തിൽ, പ്രത്യക്ഷത്തിൽ, ദർശനത്തിൽ കിട്ടും. ഉള്ളിലുള്ളത് പുറത്ത് കാണപ്പെടും. ഇതൊക്കെ മനസ്സിന്റെ മണ്ഡലങ്ങളാണ്. അപ്പോ മനസ്സിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറയുന്നത്. ശരി, മനസ്സിന്റെ സ്വരൂപത്തിനെ വിചാരിച്ച് അറിയാൻ ഉള്ള മാർഗം എന്താകുന്നു? ഈ മനസ്സിന്റെ സ്വരൂപം, മനസ്സിന്റെ മൂലം, മനസ്സിന്റെ ആകത്തുക, അതിനെ വിചാരിച്ചറിയാനുള്ള മാർഗം എന്താണ്? ഭഗവാൻ പറഞ്ഞു, ഈ ദേഹത്തിൽ ഞാൻ എന്ന് ഭാസിക്കുന്നതേതോ അത് മനസ്സാകുന്നു. ഈ ദേഹത്തില് ഞാൻ എന്ന് തോന്നുന്നതേതോ അത് മനസ്സാകും. മനസ്സിന് വളരെ സിമ്പിൾ ഡെഫിനിഷൻ കൊടുക്കും. ആദ്യം പറഞ്ഞു ആത്മാവിലുള്ള അതിശയ ശക്തി എന്ന് പറഞ്ഞു. വിചാരങ്ങളാണ് മനസ്സെന്ന് പറഞ്ഞു. ഓരോ സ്റ്റേജസിലുള്ള ഡെഫിനിഷൻ. പിന്നെ അനുഭവത്തിന്റെ രൂപത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് ഭഗവാൻ ഒരു ലക്ഷണം പറയാണ് ഇവിടെ. ഈ ദേഹത്തിൽ എന്ന് തന്നെ പറഞ്ഞു. ഈ ദേഹത്തിൽ ഞാൻ എന്ന് ഭാസിക്കുന്നതേതോ, തമിഴില് തോற்றுയിപ്പത് എന്നാണ്, തോന്നുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കണം. തോന്നുന്നു. இந்த தேகத்தில் நான் என்று கிளம்புவதேதுவோ அதுவே மனமாகும். ഈ ശരീരത്തില് ഞാൻ എന്ന് സ്ഫുരിക്കുന്നത്, ഭാസിക്കുന്നത് എന്ന് പറഞ്ഞു, സ്ഫുരിക്കുന്നത്, പൊന്തി വരുന്നത്, ഉദിച്ചു വരുന്നത്. ആ ഉദിച്ചു വരുന്നത് ഏതോ അതാണ് മനസ്സെന്നാണ്. ഏറ്റവും സൂക്ഷ്മമായ പ്രാക്ടിക്കൽ ഡെഫിനിഷനാണ്. നമ്മളങ്ങനെ ഇരിക്കണോ? ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഒരു കാള വെകിളി പിടിച്ച് ഉള്ളിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് പറയാണ്, കാള വരുന്നു, എല്ലാരും ഓടിക്കൊള്ളൂ എന്ന് പറയാണ്. അപ്പോ വരി വരിയായിട്ട് നിങ്ങൾ ഓടുവോ? വരി വരിയായിട്ട് നിങ്ങൾ ക്യൂ പാലിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മുഴുവനും, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട വേഗം, ഉദ്വേഗം മുഴുവനും കൂടെ തള്ളിയിട്ട് അപ്പോഴാണ് പാട്ടിമാർക്കെല്ലാം എന്നെ ബലം ഇരിക്കുന്നത്. അപ്പൊ പാകലാണ് നമുക്ക് இல்லையா? வயசானவாளு கூட பலம் வந்துடும். அப்போ என்னக்கா அது வருது, மாடு வருது, எங்கேயாவது முட்டி கீழே விழுந்துடுத்துனா என்ன பண்றது? എവിടുന്നോ ഒരു ശക്തി വരും. ശക്തി വന്നിട്ട് മുമ്പിലുള്ളവരെയൊക്കെ തള്ളി മാറ്റി അങ്ങോട്ടേ പോവും. അപ്പോഴാണ് ഞാൻ എന്ന് കിളമ്പുവതേതോ ഉദിക്കുന്നത്. അപ്പോഴാണ് കാണുന്നത് നമ്മള്.
സാധാരണ ഒന്നും കാണില്ല അല്ലെ. നമുക്ക് അത്യാവശ്യം ആവശ്യമില്ലാത്ത സാധനമൊക്കെ ആവുമ്പോ നമ്മൾ വിട്ടൊക്കെ കൊടുക്കും. നമുക്ക് അത്ര ധൃതിയൊന്നും ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് പതുക്കെ പോയാൽ മതി. അവസാന ദിവസം അക്ഷത കൊടുക്കുമ്പോഴൊക്കെ ആവുമ്പോ ശരി, അപ്പോഴെങ്കിലും കാണിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത്. ശരി, പതുക്കെ മതി, ലാസ്റ്റ് മതി. അതിൽ പോലും നമുക്ക് പറ്റണില്ല. ആദ്യം വാങ്ങിച്ച് വേഗം വീട്ടിൽ പോകും. അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല. എന്നാലും അപ്പൊ അതില് കാണാൻ നമുക്ക് നമ്മളുടെ ഈ പ്രഥമ പുരുഷന്റെ ബലം. ഫസ്റ്റ് പേഴ്സൺ ഞാനാണ്, ഉത്തമ പുരുഷൻ എന്നാണ് സംസ്കൃതത്തില്. ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ. ഇംഗ്ലീഷാണ് വ്യവഹാരത്തിന് ശരി. സംസ്കൃതം പാരമാർത്ഥികത്തിന്റെ ഭാഷയാണ്. അത് പിന്നെ പറയാം. നമ്മൾ വ്യവഹാരത്തിൽ ഇംഗ്ലീഷ് ഫസ്റ്റ് പേഴ്സൺ ആണ്. നമ്മള് ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും ഞാനാണ്. സെക്കൻഡ് പേഴ്സൺ എന്റെ ഭാര്യ, അതാണ് നീ ബാ. തേർഡ് പേഴ്സൺ ആരാ? അവനെ മാറി നിൽക്കാൻ പറയും. അവൻ പിന്നെ പോട്ടെ, അവനിപ്പോ എന്താ അവസരം എന്നാണ്. അവര് എറണാകുളത്തുനിന്ന് വരികയാണ് പാവം മഴയത്തെ. പക്ഷെ എന്നാൽ അവനിപ്പോ എന്താ അവസരം? എനിക്കിവിടുന്ന് നടന്നു പോണം, അതുവരെ മഴ വരണം. അപ്പൊ ഞാനും നീയും, ഞാൻ എന്റെ റിലേറ്റഡ് ആയ ആള്, എന്റെ പ്രതിഫലനം. അപ്പൊ കാണാം ഈ ഞാനിന്റെ സ്പന്ദനം. ഇപ്പോ തമാശയായിട്ട് പറഞ്ഞുവെങ്കിലും നമ്മള് ശ്രദ്ധിക്കുമ്പോ കാണാം വ്യവഹാരത്തില് ഈ ഞാനെന്ന് ഉദിക്കുന്ന സ്പന്ദനത്തിനെ കാണാം. വിഷമങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, ജീവിതത്തില് നിലകൊലഞ്ഞു നിൽക്കുമ്പോ ഉള്ളിൽ ശ്രദ്ധിച്ചാൽ കാണാം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുവല്ലോ, എനിക്കിത്തരത്തിലൊരു പ്രശ്നം വന്നുവല്ലോ, ഇത്തരത്തിലൊരു വിഷമം എനിക്ക് വരുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇതൊക്കെ വ്യവഹരിക്കാൻ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് രൂപത്തിലുള്ളതാണെങ്കിലും അതിന് നിങ്ങൾ ബാഹ്യമായിട്ട് എന്താ വ്യവഹരിക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. അത് ചെയ്യേണ്ടെന്നല്ല, പക്ഷെ ഉള്ളിൽ അതിന്റെ മൂലരൂപത്തിനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ, എനിക്ക്, ഞാൻ. ഈ ഞാൻ എന്താണ്? ഈ ഞാനിന്റെ സ്വരൂപം എന്താണ്? എന്താണ് ഇതിങ്ങനെ സ്പന്ദിക്കുന്നത്? ഇത് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ പറഞ്ഞു സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറഞ്ഞു. അതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല കണ്ണുള്ളവർ കാണുമെന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാൻവിതം വിമൂഢാഹ നാണു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ യതന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. നല്ല സൂക്ഷ്മദർശികള് ഇതിനെ ഉള്ളിൽ ഈ ചലിക്കുന്നത് കാണുന്നതാണ്. അപ്പൊ തന്നെ നമുക്കറിയാം ഈ ശരീരം കൊണ്ടൊന്നും കാര്യമില്ല. ഈ ശരീരം പോയാലും ഇയാള് നിൽക്കാൻ തന്നെ പോണ. ശരീരമൊന്നും വേണ്ട അയാൾക്ക്. അയാളാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, കയ്യ്, കാല്, വാക്ക്, ഉപസ്ഥം, വായു എല്ലാത്തിനെയും ആശ്രയിച്ചുകൊണ്ട് ഇവനാണ് വ്യവഹരിക്കുന്നത്. ഞാൻ. അപ്പോ ഏതൊന്നാണോ ഇങ്ങനെ ഞാൻ എന്ന് തോന്നുന്നത്, ഉദിക്കുന്നത്, അത് മനസ്സിന്റെ കണ്ടൻസ്ഡ് ഫോമാണ്. ആ ഞാൻ എന്നുള്ളതിന്റെ ആ ഒരു കോൺസെൻട്രേറ്റഡ് ഫീലിംഗ് ഉണ്ടല്ലോ, അതിന്റെ സ്പ്രെഡ് ഔട്ട് രൂപം. ഇപ്പൊ ഈ ക്യാപ്സ്യൂൾസ് ഒക്കെ മിഴുങ്ങില്ലേ നമ്മള് ഉള്ളിലേക്ക് അല്ലേ? ചില എന്താ പുതിൻ ഹര ഒക്കെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് വായി വെച്ച് കടിച്ചാൽ കുഴപ്പ, ഉള്ളിൽ പോയിട്ട് അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാലാണല്ലോ സ്പ്രെഡ് ഔട്ട് ആകുക അല്ലേ? അതേപോലെ ക്യാപ്സ്യൂൾ ഫോമാണ് ഈ സ്ഫൂർത്തി ഞാൻ. അത് സ്പ്രെഡ് ഔട്ട് ആവുമ്പോഴാണ് മനസ്സിന്റെ രൂപത്തിൽ പല വികാരങ്ങളായിട്ടും വിചാരങ്ങളായിട്ടും ടെൻഷനായിട്ടും ഡിപ്രഷനായിട്ടും ഒക്കെ തോന്നണത്. അതിന്റെ കണ്ടൻസ്ഡ് ഫോമാണ് ഭഗവാൻ പറഞ്ഞത് ഈ ചലനം. അഹം 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 അഹം, ഞാൻ. എനിക്ക് വന്നു. എല്ലാ രോഗങ്ങൾക്കും, എല്ലാ ടെൻഷനും, എല്ലാ ഡിപ്രഷനും, എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണമാണ് ഈ ചലനം, ഹൃദയഗ്രന്ഥി. അത് നീ എന്നുള്ളതിന്റെ കൂട്ടുപിടിക്കും തോറും ഞാൻ ബലം വയ്ക്കും. അതുകൊണ്ടാണ് തനിച്ചിരിക്കും തോറും നല്ലതെന്ന് പറയണത്. പ്രാക്ടിക്കലി ഈഗോ കുറയുന്നതാണ്.
കല്യാണം കഴിച്ചാൽ അഹങ്കാരം കൂടുന്നാണ് ഭാഗവതത്തില് ഋഷഭയോഗീശ്വരൻ പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് കഴിയുമ്പോ പരസ്പരം അങ്ങടും ഇങ്ങടും ഫ്യൂവൽ ഒഴിച്ചു കൊടുക്കും അത്രേ. പുംസസ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിഥ ഹൃദയഗ്രന്ഥിമാഹു തതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈ ജനസ്യ മോഹോയമഹം മമേതി. പുംസസ്ത്രീയാമിഥുനീഭാവമേതം, സ്ത്രീയുമായിട്ട് പുരുഷൻ ചേർന്ന് കഴിയുമ്പോ തയോർമിഥ പരസ്പരം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹൃദയഗ്രന്ഥിമാഹുഹു എന്നാണ്. അയാൾക്ക് ഹൃദയഗ്രന്ഥി, ഇയാൾക്ക് ഹൃദയഗ്രന്ഥി, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിടും. പുലിയും കുറുക്കനും കൂടെ വാലിൽ കെട്ടിയ പോലെ. തഥോ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ, അതോടുകൂടെ നമ്മൾ രണ്ടുപേരും ഇനിയെന്താ, എത്ര ദിവസമാണ് ഈ അമ്മായിയമ്മയുടെ കൂടെ ഇരിക്കുക, പുതിയ വീടൊന്ന് കെട്ടോ എന്ന് പറഞ്ഞു ഭാര്യ. അപ്പൊ പുതിയ വീടൊന്ന് കെട്ടി വേറെ സ്ഥലത്ത്, ഇവരുടെ കൂടെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും തഥോ ഗൃഹ, വീട് മാത്രം പോരാ, ഇന്നത്തെ കാലത്ത് ഒരു അസറ്റ് നമുക്ക് വേണ്ടേ, ഒരു സ്ഥലം വാങ്ങിച്ചിടൂ എന്ന് പറഞ്ഞു. ക്ഷേത്ര, അത് കുഞ്ഞുണ്ടായി, ഇവന് എവിടെ അഡ്മിഷൻ കൊടുക്കണം, അവിടെ വേണോ ഇവിടെ വേണോ, സൂത. പിന്നെ നമ്മൾക്ക് വേണ്ട ആളുകൾ ആപ്ത മിത്രൈ, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, അവർക്കൊക്കെ പാർട്ടി കൊടുക്കണം, അവര് കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകണം. അവര് നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവരിവിടെ വന്നില്ലല്ലോ നമ്മളൊന്നും പോണ്ട എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളുടെ കാര്യത്തിന് വരണ്ടേ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് പറയും. ഇങ്ങനെ പരസ്പരം അഹം മമേതി ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. കളക്റ്റീവ് മ്യൂച്വൽ ഫ്യൂവലിംഗ് ആണ്, ഹിപ്നോട്ടിസമാണ്. പരസ്പരം എന്തൊരു ദർശനമാണ് ഋഷികളുടെ അറിയും. അതുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചു നമ്മളൊക്കെ ഇപ്പൊ അപകടത്തിൽ പെട്ടുവല്ലോ, നിവൃത്തിയില്ലല്ലോ എന്ന് അങ്ങനെയല്ല, അത് കണ്ടാ മതി. ഇതിപ്പോ കല്യാണം കഴിക്കാത്ത ആളുകളും പെടുന്നുണ്ട് അല്ലേ, അവരും അവരുടേതായ രീതിയിലൊന്ന് ഉണ്ടാക്കി വെച്ച് ബലം കൂട്ടുന്നുണ്ട്. അങ്ങനെ കൂട്ടാതിരിക്കണം എന്നേ അർത്ഥമുള്ളൂ എന്നല്ലാതെ ഇതിപ്പോ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണമെന്നല്ല. അത് നമുക്ക് കാണുകയാണ്, നമ്മൾ അഭിമാനിക്കൊന്നും വേണ്ട ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതിന്റെ സ്ഥിതി ഇതാണ് എന്ന് ഋഷഭയോഗീശ്വരൻ, അദ്ദേഹം മഹാഗൃഹസ്ഥനായിരുന്നു, അദ്ദേഹമാണത് പറയണത്. അദ്ദേഹമാണ് പറയണത് ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്റെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അതിന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണതിന് പകരം ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. എങ്ങനെ നീ മായയുടെ ഉള്ളിൽ കുടുങ്ങണു എന്ന് ശ്രദ്ധിച്ചോളുക. അഹം മമ, ഞാൻ, എന്റെ, കേസ്, കൂട്ടം, ബഹളം, പ്രശ്നങ്ങൾ ആകെ പടച്ച് എപ്പ ചത്തുപോകുന്നറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ ഈ പലവിധ വ്യവഹാരങ്ങളും ആളുകളുമായിട്ട് രാഗദ്വേഷവും, ഞാൻ വലിയവനോ നീ വലിയവനോ, ഞാൻ അവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ എന്നൊക്കെ പറഞ്ഞ് ശണ്ട കൂടി ബഹളം കൂടി തളർന്ന് ക്ഷീണിച്ച് രാഗദ്വേഷമായി മനസ്സിനൊരു സമാധാനം ഇല്ലാതെ ജീവിച്ച് ചത്തുപോകുന്നു പാവം ശിവശ. ഇതിന് മുഴുവൻ മൂലകാരണമോ മനസ്സ്, മനസ്സിന്റെ സ്വരൂപമോ അഭിമാനം. അതാണ് ഭഗവാൻ ദൈവീ സമ്പത്തുകളുടെ കൂട്ടത്തിൽ പറഞ്ഞു അമാനിത്വം എന്ന് പറഞ്ഞു. ആദ്യം ഒക്കെ വിട്, മതി, സമാധാനം മാത്രം മതി. ആളുകൾ പണം കൊണ്ടുവന്ന് വെക്കുകയോ പണം എടുത്തോണ്ട് പോവുകയെ നമസ്കരിക്കുക നിന്ദിക്കുക, വലിയ സ്ഥലവും സ്വത്തും ഒക്കെ പാരമ്പര്യമായിട്ട് ഉണ്ടാവുകയെ എല്ലാം ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോവുക, എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ലാതിരിക്കുക. പ്രകൃതി എവിടെ വെക്കണോ അവിടെ ഇരിക്കുക, ഏത് വേഷം തന്നോ ആ വേഷം കളിക്കുക. അംബരീഷനോ കുചേലനോ ഏത് വേഷം തന്നാലും ശരി, രണ്ടുപേരും സമാധാനത്തോടെ ഇരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അംബരീഷൻ രാജാവായിട്ടിരുന്ന് സമാധാനത്തോടെ ഇരുന്നു, കുചേലൻ പരമദരിദ്രനായിട്ടിരുന്നിട്ട് പ്രശാന്താത്മാ ജിതേന്ദ്രിയ. എന്നുവെച്ചാൽ ഈ സമ്പത്ത് കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല, ദാരിദ്ര്യം കൊണ്ട് വിശേഷിച്ചൊരു വിഷമമൊന്നും വരാനില്ല. ദരിദ്രൻ വലിയ പണക്കാരനായതുകൊണ്ട് വലിയ സമ്പത്തൊന്നും വരില്ല. വിശപ്പ് ദാഹം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കുറയുമായിരിക്കും, അത്രയേ ഉള്ളൂ എന്നല്ലാതെ ആന്തരികമായ ശാന്തിക്കും അതിനും വലിയ സംബന്ധമൊന്നുമില്ല. അതൊക്കെ ഈ കോൺട്രാസ്റ്റ് ഇരുന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും ഇതും അതും വലിയ വിശേഷമൊന്നുമില്ല. ആട്ടെ, ഇപ്പൊ നമുക്കത് വിഷയമല്ല, ഇവിടെ വരാം. അപ്പോ
ഈ ദേഹത്തിൽ ഞാൻ എന്ന് ഉദിക്കുന്നത് ഏതോ അത് മനസ്സാകുന്നു. ഞാൻ എന്ന വിചാരം ദേഹത്തിൽ ഏതൊരിടത്തിൽ നിന്നാണ് ആദ്യം പുറപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ ഹൃദയത്തിൽ നിന്നാണെന്ന് അറിയാറാകും. ഇതാണ് ഭഗവാൻ തന്റെ മാർഗത്തിലേക്ക് പതുക്കെ വരികയാണ്. ഈ പാരഗ്രാഫ് വളരെ പ്രധാനം. ഈ ദേഹത്തില് ഞാൻ 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 എന്നുള്ള സ്പന്ദനം, അഹംവൃത്തി, അത് എവിടെയാണ് ഉദിക്കുന്നത്, ആദ്യം പുറപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ ഹൃദയത്തിൽ നിന്നാണെന്ന് അറിയാറാകും. ഹൃദയത്തിലാണ് അത് ഉദിക്കുന്നത്, ഹൃദയത്തിലാണ് അത് ലയിക്കുന്നത്. മനസ്സിന്റെ പിറപ്പിടം അതാകുന്നു. എന്നുവെച്ചാൽ ഹൃദയമാകുന്നു. ഹൃദയമാണ് മനസ്സിന്റെ പിറപ്പിടം. ഹൃദയത്തിൽ നിന്ന് ആദ്യമായി ഞാൻ എന്നുള്ളത് ഉദിക്കുന്നു. ഞാൻ ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലും അവിടെ തന്നെ കൊണ്ടുചെന്നാക്കും. ഇതൊക്കെ ഭഗവാന്റെ വിശേഷമായ വാക്കുകളാണത്. ഭഗവാൻ പറഞ്ഞത് ഞാൻ ഞാൻ എന്നുള്ള ആ അഹംവൃത്തി ഉണ്ടല്ലോ, ഈ അഹംവൃത്തിയെ വിടാതെ ഉള്ളുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ടേയിരുന്നാലും ആ ഹൃദയസ്ഥാനത്തിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളുടെ സ്പിരിച്വൽ സെന്റർ ആണ് ഹൃദയം എന്ന് പറയുന്നത്. എല്ലാ വികാരങ്ങളെയും ഹൃദയത്തിൽ കൊണ്ട് അടക്കുന്നതിന് പേരാണ് ന്യാസം. ഹൃദയത്തിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഐ തോട്ട്, അഹംവൃത്തി, അതിന്റെ ചലനത്തിനെ ശ്രദ്ധിച്ചാൽ അത് ഹൃദയത്തിൽ പോയി ലയമാകുന്നത് കാണാം. കണ്ണടയ്ക്കണമെന്നൊന്നുമില്ല, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ആ ചിദ്വിലാസം, ആ ചിത്ത് സ്ഫുരിക്കുന്നതും ലയിക്കുന്നതും കാണാം. അഭ്യസിച്ചാൽ മതി. അഹം 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 എന്ന് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കൂ എന്ന് പറയണു ഭഗവാൻ. അടുത്തെങ്കിലും ചണ്ട കൂടുമ്പോ എന്നെ കുറിച്ച് പറയണ്ട എന്ന് പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോടാ. ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങടും ഇങ്ങടും കാണിച്ചു കൊടുത്താൽ ഹൃദയഗ്രന്ഥി ഇല്ലാതായിട്ട് ദാ 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 പറഞ്ഞാൽ മതി. ഭാര്യ പറയുമ്പോ ഭർത്താവ് കാണിച്ചു കൊടുക്കുക, ഭർത്താവ് പറയുമ്പോ ഭാര്യയെ കാണിച്ചു കൊടുക്കുക. പരസ്പരം അങ്ങടും ഇങ്ങടും കണ്ണാടി കാണിച്ചു കൊടുക്കണ പോലെ ശ്രദ്ധിച്ചാൽ ഈ സ്പന്ദനത്തിനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓ, ഈ ചലനം. അപ്പൊ വാതിലടയ്ക്കാ, പോയിട്ട് ഉള്ളിൽ പോയി വാതിലടച്ച് മുറിയിലിരിക്കുക. എന്നിട്ട് ഞാൻ 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 എന്റെ ഞാൻ എനിക്ക് വേണ്ടി ധ്യാനിക്കണത് പോലും ഭഗവാൻ അടുത്ത് പറഞ്ഞു. എങ്ങനെ ധ്യാനിക്കണം ഭഗവാനെ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ധ്യാനിക്കണ ആളെ കണ്ടുപിടിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ മെഡിറ്റേറ്റർ. ധ്യാനിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ സുഖമായിട്ട് ധ്യാനിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. ധ്യാനത്തിനെ കുറിച്ച് ചില ഭാവനകളോടുകൂടെ അല്ലേ. ഇന്ന് നല്ല സുഖമായ ധ്യാനം എനിക്ക് വേണമെന്ന് സീറ്റൊക്കെ വെച്ചു, അതിനകത്ത് ഇങ്ങനെ പത്മാസനത്തിലൊക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഉള്ളിൽ ചോദിക്കുക, ധ്യാനിക്കാൻ പുറപ്പെടുന്ന ആളാരാ? ഈ ധ്യാനം ചെയ്യുന്നവൻ ആരാണ്? ധ്യാതാവ് ആരാണ്? ഞാൻ ധ്യാനിക്കണം, എനിക്ക് അതിന്റെ ആ സുഖം വേണം. ആ സുഖം വേണമെന്ന് പറയുന്ന ഭോക്താവ് ആരാണ്? ധ്യാനിക്കണം എന്ന് പറയണവൻ ആരാ? അഹം, ഞാൻ 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 ഞാൻ.
മനസ്സിന്റെ പിറപ്പിടം ഹൃദയമാകുന്നു. ഞാൻ ഞാൻ എന്ന് ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും അവിടെ തന്നെ കൊണ്ടു ചെന്നാക്കും. ഇതിന് അഹംഗ്രഹ ഉപാസന എന്ന് തന്നെ പറയും. ഇതൊരു തരത്തിൽ ഉപാസനയാണ്. ജ്ഞാനവിചാരമാണെങ്കിലും ഉപാസനയാണ്. മനസ്സിലുദിക്കുന്ന എല്ലാ വിചാരങ്ങളിലും വെച്ച് ആദ്യം ഉണ്ടാകുന്ന വിചാരം ഞാൻ എന്ന വിചാരമാകുന്നു. മനസ്സിൽ എന്ത് വിചാരം ഉണ്ടാവുന്നതിന് മുമ്പും ആദ്യം ഉണ്ടാവുന്ന വിചാരം ഞാൻ എന്നുള്ള വിചാരമാണ്. സുഷുപ്തിയില് ഉറങ്ങി സുഖമായി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോ ആദ്യം ഉണ്ടാവണത് ഞാൻ. പിന്നെയാണ് ഇന്ന സ്ഥലത്താണ് കിടക്കുന്നത് ഒക്കെ അറിയണത്, മറ്റുള്ളവരെയൊക്കെ അറിയണതൊക്കെ. പലപ്പോഴും ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഏത് സ്ഥലമാണെന്നൊന്നും അറിയില്ല. ആദ്യം ഞാൻ എന്ന് പറഞ്ഞ് വിരിഞ്ഞു വന്നു. ആ അവ്യക്തത്തിൽ നിന്നും വ്യക്തിയാണ്, വ്യക്തിത്വം പൊന്തി വന്നു. അവ്യക്താദ് വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ. അവ്യക്തത്തിൽ നിന്ന് ആ വ്യക്തിത്വം ഉണ്ടായി, അഹം എന്നുള്ള വ്യക്തിത്വം. അഹം അഹം അഹം. അതുണ്ടായ ശേഷം മാത്രമേ അനേകങ്ങളായ മറ്റു വിചാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഞാനെന്നുണ്ടായത് ഉദിച്ച ശേഷമാണ് മറ്റു വിചാരങ്ങളൊക്കെ പുറകെ പൊന്തി വന്നത്. ഞാൻ എന്ന ജ്ഞാനം ഉളവായതിന്റെ ശേഷമേ നീ അവൻ മുതലായ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. മൂലമായ അറിവ് അഹം എന്നുള്ളതാണ്. അറിവിന്റെ സ്വരൂപം തന്നെ അഹം എന്നാണ്. ഞാനുണ്ട്, സ്വതന്ത്രമായ അറിവ്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം സുഷുപ്തിയിലുണ്ട്. ആ ഉണ്ട് എന്നുള്ളതില് ഞാൻ എന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പൊന്തണതാണ് ജാഗ്രത്. സ്വപ്നം ജാഗ്രത്. ഉണ്ട് എന്നുള്ള അസ്തിത്വം, കേവല അസ്തിത്വം, ആ കേവലമായ അസ്തിത്വം സുഷുപ്തിയിലുണ്ട്, ഇരുപ്പ്. അതില് അഹം അസ്മി എന്നുള്ളത് എപ്പോഴും ഉണ്ട്. അതിൽ അഹമാണ് പൊന്തണത്. വാസ്തവത്തിൽ അഹത്തോടുകൂടെ ചേരുമ്പോഴേ അത് അസ്മിയാവുള്ളൂ. അല്ലെങ്കിൽ അത് സുഷുപ്തിയിൽ അസ്ഥി എന്നാണ് പറയേണ്ടത്. നമ്മൾ അസ്തിത്വമാണ്, എക്സിസ്റ്റൻസ്. അതില് അഹം എന്നുള്ളത് പൊന്തുമ്പോ സ്വപ്നവും ജാഗ്രതും. ഞാൻ എന്ന ജ്ഞാനം ഉളവായതിനു ശേഷമേ നീ അവൻ മുതലായ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. വികല്പം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ, നീ, അവൻ. അഹം ത്വം സഹ. അഹം എന്നതില്ലെങ്കിൽ ത്വം മുതലായ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ത്വം എന്നുള്ളതിന് പ്രസക്തിയില്ല. തദ്യുഷ്മദോരസ്മതി സംപ്രതിഷ്ഠ. യുഷ്മദ് അസ്മത് മതിവർജിതൈകാസ്ഥിതി എന്നൊക്കെ സദ്ദർശനം. അസ്മതി മൂലബോധാത്. തന്മൈ ഉണ്ടേൽ മുൻനിலை പടർക്കൈകൾ தாம் உளவாம். தன்மை இன்றேல் முன்னிலை படர்க்கை. தன்மையின் உண்மையினை தானாய்ந்து தன்மையறின் முன்னிலை படர்க்கை முடிவுற்று ஒன்றாய் ஒளிரும் தன்மையே தன்னிலைமை. தன்மை உண்டேல் முன்னிலை படர்க்கைகள் தாமுளவாம். நான்கிறது இருந்தா தான் முன்னிலை படர்க்கை. முன்னிலைனா நீ, படர்க்கைனா அவன். நான் அப்படின்னு இருந்தா தான் നീ അവനെല്ലാം വരുത്. ഞാൻ എന്നുണ്ടെങ്കിൽ നീ അവൻ ഒക്കെ ഉണ്ട്. ഞാന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്ന് സ്പന്ദിക്കുന്നത് എന്താണ്? അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ശ്രദ്ധിക്കും തോറും അഹങ്കാരം ഹൃദയത്തിലേക്ക്.
ഹൃദയത്തിലല്ലായ്മ. അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിക്കും തോറും അഹങ്കാരത്തിന് ഇരുപ്പില്ല. തൂണിൽ കണ്ട ഭൂതം ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഭൂതമില്ല, തൂണേ ഉള്ളൂ. അതുപോലെ ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണെന്ന് നോക്കുമ്പോൾ അഹങ്കാരമില്ല, അവിടെ ശുദ്ധ പ്രജ്ഞ, ഹൃദയം മാത്രമേ ഉള്ളൂ. മൗനമേ ഉള്ളൂ, അമൃതമൗനം, ശാന്തി. ആ ശാന്തിയില്, അമൃതാനുഭവത്തില് അഹം എന്ന് ഉദിക്കുന്നു, നീ അവൻ ഒക്കെ ഉദിക്കുന്നു. ആ അഹത്തിന്റെ സ്പന്ദനമാണ് ഭഗവാൻ പറഞ്ഞത്. ഹൃദയത്തിൽ നിന്ന് പൊന്തണു, ശരീരത്തില് അഹമെന്ന് സ്പന്ദിക്കുമ്പോൾ മനസ്സുണ്ടായി. മനസ്സ് വിരിഞ്ഞതോടുകൂടെ ലിമിറ്റേഷൻ വന്നു. മനസ്സ് വിരിഞ്ഞതോടുകൂടെ വ്യക്തിത്വം വന്നു. ഞാൻ ഇവനാണ്, അവനാണ്, അതാണ്, ഇതാണ്, എല്ലാ വിശേഷണങ്ങളും വന്നു. പ്രപഞ്ചമുണ്ടായി, ജഗത്തുണ്ടായി. മനസ്സ് ലയിക്കുമ്പോൾ വിശേഷണങ്ങളൊക്കെ, മനസ്സ് കോൺഷ്യസ് ആയിട്ട് ലയിച്ചാൽ സമാധി, അൺകോൺഷ്യസ് ആയിട്ട് ലയിച്ചാൽ ഉറക്കം. മനസ്സിനെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഹൃദയത്തിലെ മജ്ജനം ചെയ്യാണ് ആത്മവിചാരം കൊണ്ട്. മനസ്സിന്റെ മൂലരൂപമായ അഹമഹമെന്ന സ്പന്ദനത്തിനെ, ഇളക്കത്തിനെ ശ്രദ്ധിക്കണം. ഈ ദേഹത്തിൽ ഞാനെന്ന് ഭാസിക്കുന്നതേതോ അത് മനസ്സാകുന്നു. ഞാൻ എന്ന വിചാരം ദേഹത്തിൽ ഏതൊരിടത്തിൽ നിന്നാണ് ആദ്യം പുറപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ ഹൃദയത്തിൽ നിന്നാണെന്ന് അറിയാറാകും. മനസ്സിന്റെ പിറപ്പിടം അതാകുന്നു. ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലും അവിടെ തന്നെ കൊണ്ടുചെന്നാക്കും. മനസ്സിൽ ഉദിക്കുന്ന എല്ലാ വിചാരങ്ങളിലും വെച്ച് ആദ്യം ഉണ്ടാകുന്ന വിചാരം ഞാൻ എന്ന വിചാരമാകുന്നു. ഇത് ഉദ്ഭവിച്ചതിന്റെ ശേഷമേ അനേകങ്ങളായ മറ്റു വിചാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഞാൻ എന്ന ജ്ഞാനം ഉളവായതിന്റെ ശേഷമേ നീ അവൻ മുതലായ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. അഹം എന്നതില്ലെങ്കിൽ ത്വം മുതലായ വാക്കുകൾക്ക് പ്രസക്തിയില്ല. അപ്പൊ ചോദ്യം, മനസ്സെങ്ങനെ അടങ്ങും? ഭഗവാന്റെ ഉത്തരം, ഞാൻ ആർ എന്ന വിചാരത്താൽ മാത്രമേ മനസ്സടങ്ങൂ. ഈ ഒരു കാര്യത്തിൽ ഭഗവാൻ കടുംപിടുത്തമാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആർ എന്ന വിചാരത്താൽ മാത്രമേ മനസ്സടങ്ങൂ. ഞാൻ ആർ എന്ന ചിന്ത മറ്റു ചിന്തകളെയെല്ലാം നശിപ്പിച്ച് ചുടലക്കൊള്ളി പോലെ ഒടുവിൽ താനും നശിക്കും. പിന്നീട് സ്വരൂപദർശനമുണ്ടാകും. ഞാൻ ആർ എന്ന വിചാരത്താൽ മാത്രമേ മനസ്സ് അടങ്ങൂ. ഞാൻ ആർ എന്ന ചിന്ത മറ്റു ചിന്തകളെയെല്ലാം നശിപ്പിച്ച് ചുടലക്കൊള്ളി പോലെ ഒടുവിൽ താനും നശിക്കും. പിന്നീട് സ്വരൂപദർശനം ഉണ്ടാകും. ഞാൻ ആരെന്നുള്ള വിചാരം, ചുടലക്കൊള്ളിയുടെ ഉദാഹരണമാണ് പറഞ്ഞത്. ചുടലക്കൊള്ളി പിണം ചുടുതടി എന്നാണ് തമിഴിലെ വാക്ക്. ശരീരം എരിക്കുന്ന കൊള്ളി, ആ കൊള്ളി ശരീരത്തിനെയും വെച്ചിരിക്കുന്ന വിറകും എരിച്ച് താനും എരിഞ്ഞു പോകും. അരണിക്കോല് പോലെ നമ്മൾ പറയും. അരണിക്കോല് മറ്റുള്ളതിനെയൊക്കെ ദഹിപ്പിച്ച് സ്വയം എരിഞ്ഞു പോകും. സ്വയമേവ ശാമ്യതി യഥാ സമിത്.
വിചാരവും അടങ്ങിപ്പോകുന്നർത്ഥം. ദാഹ്യാഭാവേന വിദ്യാശിഖിനിച്ച വിരത്തെ. ഇനി ഒന്നും ദഹിപ്പിക്കാനില്ലാതാവുമ്പോ ജ്ഞാനമാവുന്ന അഗ്നിയും ആത്മവിചാരമാവുന്ന അഗ്നിയും ശമിച്ചു പോകുമ്പോ ത്വന്മയീ ഖൽവവസ്ഥ. അവിടെ ആത്മാനുഭവം മാത്രം നിൽക്കണു. വിചാരം എന്നുള്ള പ്രോസസ്സും പോയി, ധ്യാനവും പോയി. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്, ബാല്യം ച നിർവിദ്യ മൗനം ഗച്ഛേത്, മൗനം ച അമൗനം ച ഹിത്വാ മുനിർഭവേത് ബ്രാഹ്മണോ ഭവേത് എന്നൊക്കെ ശ്രുതി പറയണം. ഇവിടെ ഭഗവാൻ പറഞ്ഞു, പിണഞ്ചുടി തടി പോലെ, ചുടലക്കൊള്ളി പോലെ ആത്മവിചാരം സ്വയമേവ മനസ്സിനെ ഇല്ലാതാക്കി താനും അടങ്ങിപ്പോകും. ഞാനാർ എന്ന വിചാരത്താൽ മറ്റു ചിന്തകളെല്ലാം ഇല്ലാതായി ചുടലക്കൊള്ളി പോലെ ഒടുവിൽ താനും നശിക്കും. പിന്നീട് സ്വരൂപദർശനം ഉണ്ടാകും. இந்த தேகத்தில் நான் என்று கிளம்புவதேவோ எதுவோ அதே மனமாம். நான் என்கிற நினைவு தேகத்தில் முதலில் எந்த இடத்தில் தோன்றுகின்றது என்று விசாரித்தால் ஹிருதயத்தில் என்று தெரிய வரும். அதுவே மனதின் பிறப்பிடம். நான் நான் என்று கருதி கொண்டிருந்தாலும் கூட அவ்விடத்தில் கொண்டு போய் விட்டுவிடும். மனதில் தோன்றும் நினைவுகள் எல்லாவற்றுக்கும் நான் எனும் நினைவே முதல் நினைவு. இது எழுந்த பிறகே ஏனைய நினைவுகள் எழுகின்றன. தன்மை தோன்றிய பிறகே முன்னிலை படற்கைகள் தோன்றுகின்றன. தன்மை இன்றி முன்னிலை படற்கைகள் இரா. நான் யாரெனும் விசாரணையினாலேயே மனம் அடங்கும். நான் யாரெனும் நினைவு மற்ற நினைவுகளை எல்லாம் அழித்து பிணஞ்சுடு தடி போல் முடிவில் தானும் முடியும். பிறகு ஸ்வரூப தரிசனம் உண்டாம். ഞാൻ ആര് എന്നുള്ള വിചാരം അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്നാൽ ഞാനിന്റെ സ്വരൂപം എന്താണ്, അഹങ്കൃതിയുടെ സ്വരൂപം എന്താണ്, ഞാൻ എന്ന് പറയണ്ടല്ലോ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രം. എന്തു മന്ത്രം ജപിച്ചാൽ ഇത്ര ജപിക്കാൻ പറ്റില്ല, അത്ര ജപിച്ച് കഴിഞ്ഞു നമ്മൾ ഓൾറെഡി. ജനിച്ചത് മുതൽക്ക് ഇത്ര കാലത്തിനിടയിൽ എത്ര കോടി കോടി ഉരുക്കഴിച്ചു കഴിഞ്ഞു ആർക്കറിയുമല്ലേ? അനുസ്യൂതം, അവിഛിന്നം. അത് അജപാജപമാണ്, നമ്മൾ ജപിക്കാതെ നടക്കുന്ന ജപമാണ്. അത് കുറ്റമല്ല പറയണത്, അത് ഭഗവാന്റെ നാമാണ്. തമാശ പറയണമെന്ന് വിചാരിക്കരുത്, അത് ഭഗവൻ നാമാണ്. ഭഗവാന്റെ ആദ്യ നാമമാണെന്ന് വേദം പറയണു. അഹം നാമാ ഭവത്. ബാക്കി നാമങ്ങൾ പ്രണവമടക്കം പിന്നെ വന്നതാണ്. ആദ്യമായി ഈശ്വരൻ അഹം എന്ന് പറഞ്ഞു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ നാമമൊക്കെ ജപിക്കുന്നതും മന്ത്രമൊക്കെ ജപിക്കുന്നതും ഒക്കെ തന്നെ ഈ ആദിനാമത്തിനെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മന്ത്രവും അവസാനം നമ്മൾ ഉണ്ടാക്കുന്ന, പുറമേ നിന്നുണ്ടാക്കുന്ന ഒരു സ്പന്ദനാണല്ലോ. ആ സ്പന്ദനം അകമേ അനുസ്യൂതം നടക്കുന്ന ഈ സ്പന്ദനത്തിൽ പോയി ലയിക്കും. ഈ സ്പന്ദനമോ അതിന്റെ പിറപ്പിടം എവിടെയോ അവിടെ പോയി ലയിക്കും. ഈ ആദിസ്പന്ദനം അഹം എന്നിപ്പോ സംസ്കൃതത്തിൽ പറയണു. അതിന് അഹം എന്നൊരു പേരൊന്നുമില്ല. മലയാളത്തില് ഞാനെന്ന് പറയണു, ഞാൻ എന്ന് പറയണു, മേ എന്ന് പറയണു, ഐ എന്ന് പറയണു. അത് അവ്യക്ത രൂപത്തിലുള്ള സ്പന്ദനമാണ്. അത് വ്യാഹരിക്കപ്പെടുമ്പോഴാണ് അഹം എന്ന് പോലും ആവണത്. സംസ്കൃതത്തില് അക്ഷരമാലയെ മുഴുവൻ ആ ശബ്ദത്തിൽ അടക്കിയില്ലേ? ആ എന്ന് തുടങ്ങി ഹ എന്ന് അവസാനിക്കാണല്ലോ അക്ഷരമാല മുഴുവൻ. ആ ഹ യാ ര ല വ ശ ഷ സ ഹ. ആ ഹ വായടച്ച അഹം എന്നുള്ളതിലെ എല്ലാ അക്ഷരങ്ങളും അടങ്ങി. അഹംപദ അർത്ഥമാണ് ഈശ്വരന്റെ സ്വരൂപം. നമോ അഹംപദ അർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനേ.
അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. അഹം എന്നുള്ള പദത്തിന്റെ ഉണ്മയായ അർത്ഥം ഈ ജീവനോ അഹങ്കാരമോ വ്യക്തിയോ ഒന്നുമല്ല, ഈശ്വരനാണ്. പക്ഷെ നമ്മൾ ആ അഹം പദാർത്ഥത്തിനെ ശ്രദ്ധിക്കണില്ല. നാമം ജപിക്കുന്നതും മന്ത്രജപം ചെയ്യുന്നതും ഒക്കെ തന്നെ അവസാനം ഈ അഹം പദാർത്ഥത്തിനെ കാണാനാണ്. എല്ലാ നാമവും ഈ അഹം പദാർത്ഥത്തിന് പോയി ലയിക്കും. നമ്മൾ ജപിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഉള്ളിൽ അനുസ്യൂതം അനാദികാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജപത്തിന് നമ്മൾ കാണും. അവിടെയൊക്കെ ജപമൊക്കെ അവസാനിച്ചു. പിന്നെ ജപിക്കണില്ലേന്ന് വെച്ചാൽ പിന്നെ ഒരു ക്ഷണനേരം പോലും നിൽക്കാത്ത ജപമാണ്. പിന്നെ നമ്മൾ ജപിക്കണ്ട, ജപം നടന്നുകൊണ്ടേയിരിക്കണു. അവിടെ ഒരു ക്ഷണത്തിലേക്ക് പോലും വിച്ഛിത്തിയില്ല, വിച്ഛിത്തി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മളല്ലോ ജപിക്കണത്. മനസ്സുകൊണ്ടുപോലുമല്ല ആ ജപം നടക്കുന്നത്, ബുദ്ധി കൊണ്ടുപോലുമല്ല ആ ജപം നടക്കുന്നത്, ശരീരം വാക്കുകൊണ്ടുപോലുമല്ല ആ ജപം നടക്കുന്നത്. മൂലവാക്കാണത്, ആദി വാക്കാണ് അല്ലേ? അതുകൊണ്ടാണ് നോക്കൂ, നമ്മളുടെ ദേവതകളെയൊക്കെ ചിത്രീകരിക്കുമ്പോൾ പോലും ജപിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഈ ആദി ജപത്തിനെ കണ്ടവരാണ്. ബ്രഹ്മാവാകട്ടെ എല്ലാവരും ആദി ജപം, ആ ആദിയിലുണ്ടാവുന്ന ജപം, അനുസ്യൂത ജപം, പുറമേ നിന്നൊരു ജപത്തിനെ ഉള്ളിലേക്ക് വിട്ടിട്ട് ബാക്കി മനസ്സിന്റെ അനേക സ്പന്ദനങ്ങളാണല്ലോ. മനസ്സെന്ന് പറയുന്നത് തന്നെ സ്പന്ദനമയമാണല്ലോ. ആ സ്പന്ദനങ്ങളെയൊക്കെ ഈ ഒരു സ്പന്ദനത്തിലേക്ക് കൊണ്ടുവന്നു. അവസാനം ഈ സ്പന്ദനമോ ഭാവമണ്ഡലമോ മൂലസ്പന്ദനത്തിൽ, മൂലഭാവമണ്ഡലത്തിൽ, എല്ലാ ഭാവങ്ങൾക്കും മൂലമായ ഭാവമൂലത്തില്, ഭാവനാതീത ഭാവമണ്ഡലത്തില് ഉണ്ടാവുന്ന ആദി സ്പന്ദനത്തില് കൊണ്ടുപോയി വിടും. ആ ആദിസ്പന്ദനമോ മൂലഭാവസ്പന്ദനമോ ആ ഭാവസ്പന്ദനം അനുസ്യൂതമകമേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാദ്യ ചിത് സ്ഫൂർത്തിയാണ്. ചിദഗ്നി കുണ്ഡ സംഭൂത എന്നാണ്. ചിതി തത്പദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി. അവിടെ സ്പന്ദിക്കുന്നു. അങ്ങനെ ആ മൂലസ്പന്ദനത്തിൽ കൊണ്ടുപോയി നിർത്തുന്നത്. ഇതിനാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ബിന്ദു തർപ്പണം എന്ന് പറയുന്നത്. ബിന്ദു തർപ്പണ സന്തുഷ്ട ബൈന്ദവാസന എന്നൊക്കെ ദേവിക്ക് പറയണത്. ബിന്ദു എന്ന് പറയുന്നത് ഇതാണ്, ഈ സെന്ററാണ്. ഈ ബൈന്ദവ സ്ഥാനത്തിൽ പോയി എല്ലാത്തിനെയും ഹോമം ചെയ്യാണ്. അഹന്താ പാത്രഭരിതം ഇദന്താ പരമാമൃതം. ഈ ഇദന്താ പരമാമൃതത്തിനെ മുഴുവൻ അഹന്താ പാത്രത്തിൽ ഇട്ടിട്ട് സ്വാത്മബന്ധവും ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഹോമിക്കണു എന്നാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ. മുഴുവൻ അവസാനം അവിടെ കൊണ്ടുപോയിട്ട് ആ ബൈന്ദവ സ്ഥാനത്തില്, ആ ബിന്ദുവില് കൊണ്ടുപോയി ഹോമിക്കുകയാണ്. ആ സെന്ററിൽ ഉള്ള ആ ചിദഗ്നിയിൽ കൊണ്ടുപോയിട്ട് ഹോമിക്കുകയാണ്. ആ ചിദഗ്നിയോ സ്വയമേവ ശാമ്യതി. മഹാമൗനത്തില്, നിശ്ചലത്തില്, ശാന്തിയില്, ശിവത്തില് ലയിക്കുമ്പോ ശിവശക്തി ഐക്യരൂപിണി. അവിടെ ചെന്ന് ശക്തി ശിവനില് പൂർണ്ണമായി വിശ്രാന്തി പ്രാപിക്കണം. ശക്തിയുടെ ഏറ്റവും സൂക്ഷ്മതമമായ ഭാവം ശാരദീവൃത്തി എന്നാണ്. അതുകൊണ്ടാണ് ദേവിയെ പരമസാത്വികമായ രൂപത്തിൽ ശാരദ എന്ന് വിളിക്കുന്നത്. ആ ശാരദീവൃത്തിയാണ് അകമയുള്ള ഈ മൂലജപം. അഹം സ്ഫൂർത്തി, ചിത് സ്ഫൂർത്തി. ആ ശാരദീവൃത്തി, ആ ചിത്സ്ഫൂർത്തി, ആ ചിത്സ്ഫൂർത്തിയാണ് ഭഗവാൻ പറഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞത്. പ്രാണന്റെ ഏറ്റവും സൂക്ഷ്മതമമായ ദർശനം. അത് തന്നെ മുഖ്യപ്രാണൻ എന്ന് ഉപനിഷത്ത് പറയണതും. മുഖ്യപ്രാണൻ എന്ന് പറയുന്നത്, ആ മുഖ്യപ്രാണനാണ് ബാക്കിയുള്ള പ്രാണനൊക്കെ ആയിട്ട് കളങ്കപ്പെടുന്നത്. പ്രാണൻ ശുദ്ധമാവുമ്പോ ഈ മുഖ്യപ്രാണന്റെ ദർശനം ഉള്ളിലുണ്ടാവണം. ഈ മുഖ്യപ്രാണൻ നമ്മളെ ശുദ്ധാക്കണം, നിർമ്മലാക്കണം. നാഡികളും നരമ്പുകളും ഒക്കെ ശുദ്ധാക്കണം. ബുദ്ധി പ്രകാശമാനമാവുന്നു. ആത്മാനുഭവം തെളിഞ്ഞു വരുന്നു. അകമയ്ക്ക് ഇഷ്ടദേവതയുടെ ദർശനം ഉണ്ടാവുന്നു. ഇഷ്ടദേവത തന്നെ ഈ മുഖ്യപ്രാണന്റെ ഭാവനാമണ്ഡലമാണ്.
മുഖ്യപ്രാണൻ തന്നെയാണ് ഇഷ്ടദേവതയുടെ രൂപത്തില് നമ്മൾ എങ്ങനെ ഭാവന ചെയ്യുന്നു, എങ്ങനെ ഉപാസിക്കുന്നു, ആ ഭാവരൂപത്തില് ദർശനം തരണത്. ആ ഇഷ്ടദേവത തന്നെ മുഖ്യപ്രാണൻ, മുഖ്യപ്രാണൻ തന്നെ അവസാനം സ്വസ്വരൂപത്തിൽ ലയമാകുന്നു. സ്വരൂപത്തിന് ലയിച്ച് വിശ്രാന്തി പ്രാപിക്കുന്നു, മൗനം ഉണ്ടാവുന്നു, മഹാമൗനം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.